പരിവാദിനികളത്താക്കളീലയ കലാകുതൂഹല സാത്വികീ ഗുണവിലാസ ചിത്രിത യാത്മന പരമ പാവനീ കല സാ ശിവാനി വിദധാതു ശാരദ ശാരദേന്ദു കിരണോജ്വലാകൃതി. അഥ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. അഥ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. അഥ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി. കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി. കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി. വേദാന്ത സൂത്രത്തിന്റെ ഇന്നത്തെ പഠനം ആരംഭിക്കുന്നു. ഒന്നാമത്തെ സൂത്രം നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. നമ്മൾ മഹാവാക്യങ്ങളാണ് വിചാരം ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ വേദത്തിൻ്റെയും സത്ത് ഓരോ മഹാവാക്യങ്ങളിലാക്കി മഹാഋഷിമാർ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ 3 മഹാവാക്യങ്ങൾ വിചാരം ചെയ്തു. അഹം പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മ അസ്മി, തത്വമസി എന്നീ 3 വാക്യങ്ങൾ ബാഹ്യമായ അതിൻ്റെ ആശയം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട അഥർവവേദ ഉപനിഷത്തായ മാണ്ഡൂക്യത്തിലെ മഹാവാക്യമായ അയമാത്മാ ബ്രഹ്മ എന്ന മഹാവാക്യമാണ് ഇന്ന് നമുക്ക് അതിൻ്റെയോടൊപ്പം തന്നെ വിചാരം ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം പറയുന്നു അറിവാണ് ഈശ്വരൻ. അപ്പോൾ പറയുന്നു ഞാനും ആ അറിവാണ് അഹം ബ്രഹ്മാസ്മി, നീയും ആ അറിവാണ് തത്വമസി. അപ്പോൾ ശിഷ്യനുണ്ടാകുന്ന ബോധമാണ് അയം ആത്മാ ബ്രഹ്മ, എൻ്റെ ഈ ആത്മാവ് ബ്രഹ്മം തന്നെ. അതായത് അന്ധകരണം മുതൽ ദേഹം വരെയുള്ള സകലതിലും കടന്നു നിന്നുകൊണ്ട് അവയെ ചലിപ്പിക്കുന്ന ബോധത്തെയാണ് അയമാത്മ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അന്ധകരണത്തിലേക്ക് പ്രതിബിംബിച്ച ബോധാംശമാണ് നാം എന്ന ജീവൻ. അങ്ങനെ പ്രതിബിംബിച്ച് ഈ ദേഹം വരെയുള്ള സകലതിനെയും, ഇന്ദ്രിയങ്ങളെയും, ദേഹം ഉൾപ്പെടെയുള്ള സകല ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും പഞ്ചപ്രാണനെയും എല്ലാം ചലിപ്പിക്കുന്ന ആ ബോധത്തെ തന്നെയാണ് അയമാത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മാവ് തന്നെയാണ് ജീവൻ. അതായത് ബ്രഹ്മസത്ത തന്നെയാണ്, ബ്രഹ്മമെന്ന ആ സത്യം, പരമസത്യം തന്നെയാണ് ആത്മരൂപത്തിൽ വിളങ്ങുന്നു എന്നുള്ള ബ്രഹ്മാത്മ ഐക്യമാണ് ഈ വാക്യത്തിന്റെ സാരം. ബ്രഹ്മസത്ത തന്നെയാണ് ഓരോരുത്തരിലും ഇരുന്നു കൊണ്ട് ആത്മസത്തയായി പ്രകാശിക്കുന്നത് എന്ന ബ്രഹ്മ ആത്മ ഐക്യം തന്നെയാണ് ഈ അയമാത്മാ ബ്രഹ്മ എന്ന മഹാവാക്യത്തിന്റെ തത്വം. അതാണ് ഗുരു ഇവിടെ നമ്മളോട് ഒന്നാമത്തെ സൂത്രം അനേകം ഉപനിഷത്തുക്കൾ അടങ്ങിയിരിക്കുന്ന സാരതത്വത്തെ ഗുരു വളരെ ചെറിയ ഒരു സൂത്രം കൊണ്ട് ഉപനിഷത്തുകളെ മുഴുവൻ കവർ ചെയ്തിരിക്കുന്നു. ഗുരുവിൻ്റെ എത്രയോ കൃതികൾ നമുക്ക് അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു.
അപ്പോൾ ഇവിടെ പറഞ്ഞു വരേണ്ടത് പുറമേയുള്ള ഏത് ആത്മനോ ജിജ്ഞാസുഹു തദിതം ബ്രഹ്മൈവാഹം എന്നാണ് സൂത്രം. അതായത് നീ തേടുന്ന ആത്മാവ് നീ തന്നെയാണ്. സാധനാചതുഷ്ടയ സമ്പത്തി നേടി യോഗ്യത നേടിയതിനു ശേഷം നീ അറിയുവാൻ ആഗ്രഹിക്കുന്ന ആ ആത്മാവ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിന് സകലതും ചൈതന്യമായി ഇരിക്കുന്നത്. അത് നീ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ് ബ്രഹ്മൈവാഹം. അഹമഭി ബ്രഹ്മ, ഞാനും ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് അതാണ് നമ്മൾ ഈ മഹാവാക്യം എടുത്തിട്ടൂടെ പറയാൻ കാരണം. അപ്പോൾ നമ്മൾ അറിയേണ്ടത് പുറമേയുള്ള വസ്തുക്കളിൽ ജിജ്ഞാസ വെച്ചുകൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ. അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസയെങ്കിൽ പുറമേയുള്ള വസ്തുക്കളെ തേടി അതിൽ നിന്ന് സുഖം തേടി അല്ലെങ്കിൽ അതിനെ അറിയുവാനായി നടക്കുന്നവരാണ് നാം. ആത്മാവിലാണ് ഒരുവന്റെ ജിജ്ഞാസ വെക്കേണ്ടത്. അതാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ അറിയേണ്ടത്. അതിനാണ് നാം മനുഷ്യ ശരീരം സ്വീകരിച്ചിങ്ങോട്ട് വന്നത്. അപ്പോൾ ഇനി പറയാനുള്ളത്, മറ്റുള്ള വസ്തുക്കളിൽ ജിജ്ഞാസ വെച്ചുകൊണ്ട് ഇനി നടക്കരുത്. കാരണം ഈ ജിജ്ഞാസ നമ്മുടെ സ്വരൂപത്തിന്റെ സ്വഭാവമാണ്. എന്തുകൊണ്ടാണ് വേദാന്ത ശ്രവണത്തിന് ഇത്രയും ആളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചിരിക്കുന്നത്? കാരണം അതവരുടെ സംസ്കാരമായി, വാസനയായി, അവരെ കൊണ്ട് തന്നെ അവരുടെ സ്വരൂപം തന്നെയാണ് ഇത് കേൾപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് പലർക്കും സംശയം തോന്നാം, എനിക്ക് സാധനാ ചതുഷ്ടയ സമ്പത്തി ഉണ്ടോ, എനിക്ക് ആത്മവിദ്യക്ക് അല്ലെങ്കിൽ ബ്രഹ്മവിദ്യക്ക് അധികാരമുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകാം. കാരണം നമ്മളിൽ രാഗമുണ്ട്, ദ്വേഷമുണ്ട്, കാമമുണ്ട്, ക്രോധമുണ്ട്, അസൂയയുണ്ട്, കുറുമ്പുണ്ട്, പകയുണ്ട്. ഇതൊക്കെ എനിക്ക് ഉണ്ടല്ലോ ഗുരു. അപ്പൊ എനിക്ക് ഈ ബ്രഹ്മവിദ്യക്ക് അധികാരമുണ്ടോ എന്ന് നമുക്ക് ഒരു സംശയം നമ്മളറിയാതെ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പലർക്കും തോന്നിയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു ഉത്തരമേ പറയാനുള്ളൂ, നമുക്ക് ബ്രഹ്മവിദ്യക്ക് അധികാരമുള്ളത് കൊണ്ടാണ് ഈ ബ്രഹ്മവിദ്യ നമ്മുടെ ചെവിയിലേക്ക്, കർണപുടങ്ങളിലേക്ക് പതിക്കുന്നത്. ആ ജ്ഞാനം തന്നെ നമ്മളിലുള്ള രാഗാദികളെ, നമ്മളിലുള്ള അജ്ഞാനത്തെ, നമ്മളിലുള്ള ഒരു ഇരുട്ടിനെ തെളിയിച്ചുകൊണ്ട് നമ്മളെ അതിലേക്ക് അടുപ്പിക്കും. ഇല്ലെങ്കിൽ നമുക്കിത് കേൾക്കാനായിട്ട് സാധ്യമല്ല. ബ്രഹ്മവിദ്യ തന്നെ നമ്മെ ശുദ്ധമാക്കും എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഒരാളെ ചോദിക്കുകയാണ്, അല്ലയോ ഗുരു, എനിക്ക് എപ്പോഴും രാഗം വരുന്നുണ്ട്, ദ്വേഷം വരുന്നുണ്ട്, മനസ്സിൻ്റെതായ വികല്പങ്ങളെല്ലാം എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്കിത് പഠിക്കാൻ പറ്റുമോ, എനിക്കിത് ആവുമോ എന്ന് ചോദിച്ചാൽ ഗുരു എന്തായിരിക്കും ഉത്തരം പറയുക? സാധിക്കും. കാരണം എന്താന്ന് വെച്ചാൽ, നല്ല ഉറക്കത്തിലെ നിനക്ക് രാഗം ഉണ്ടായിരുന്നോ, ദ്വേഷം ഉണ്ടായിരുന്നോ, കാമം ഉണ്ടായിരുന്നോ, ക്രോധം ഉണ്ടായിരുന്നോ? നല്ല ഉറക്കത്തിൽ നമ്മുടെ മനസ്സില്ല, ഇന്ദ്രിയങ്ങളില്ല, ശരീരം പോലും എവിടെ കിടക്കണേ, എങ്ങനെ കിടക്കണേന്ന് പോലും നമ്മൾ അറിയുന്നില്ല. അല്ല, ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. പ്രാണൻ മാത്രം സ്പന്ദിക്കുന്നുണ്ട്. ആ സമയത്ത് നിനക്ക് നിന്റെ മനസ്സിലെ ബുദ്ധിയിലെ രാഗമോ ദ്വേഷമോ കാമോ ക്രോധമോ ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു, അല്ലേ? കാരണം അവിടെ മനസ്സെവിടെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഇല്ലായിരുന്നു. അപ്പോ ഓർക്കണം, മനസ്സില്ല, മനസ്സിനുള്ളത് നിന്റേതല്ല. അതാണ് നമ്മൾ അറിയേണ്ടത്. മനസ്സിനുള്ള രാഗാദികളും കാമാദികളും ക്രോധാദികളും നിന്റേതല്ല, അത് മനസ്സിൻ്റെതാണ്. ശാന്തിയാണ് ആത്മാവിന്റെ സ്വരൂപം. അപ്പോ രാഗാദികൾ മനസ്സിന്റെ വികല്പങ്ങളാണെന്നും അതിനപ്പുറമുള്ള ആത്മസ്വരൂപത്തില് ഈ രാഗാദികളൊന്നും ഇല്ല എന്നും അതൊഴിഞ്ഞ അതിലേക്കുള്ള ഒരു വാസന കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് വേദാന്ത ശ്രവണത്തിന് സാധ്യമാകുന്നത് എന്നും നമുക്കൊരു തിരിച്ചറിവ് വേണം. അതായത് പൂർണ്ണാനുഭവം വരുന്നത് വരെയോ, അത് ഒരുപക്ഷെ ഈ ജന്മത്തിൽ കിട്ടിയില്ലെങ്കിലും ഇനി അടുത്ത ജന്മത്തിലാണെങ്കിലും പൂർണ്ണമായ ഒരു അനുഭവം ഞാൻ ഈ പറയുന്ന വ്യക്തിയല്ലെന്നും ഞാൻ അതിനപ്പുറം ഒരു ആത്മസ്വരൂപമാണെന്നും എനിക്ക് പൂർണ്ണമായ ഒരു അവഗതി പര്യന്തം ജ്ഞാനം എന്ന് പറയും. ആ ഉറപ്പുള്ള അത്ര വരെ നമ്മൾ നിർത്താതെ നമുക്ക് ആ ആത്മാവിലുള്ള ജിജ്ഞാസ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഏത് തിരക്കിലും എനിക്കിത് കേൾക്കാൻ ഓടി എത്തണം. സാഹുജിയൊക്കെ ജോലി കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞ് ഓടി നേരെ വന്ന് സമയം തെറ്റിയാണെങ്കിൽ അവിടെ കയറും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വാസന കിടക്കുകയാണ്, അത് കേൾക്കണം എന്നുള്ളത്. കാരണം ഞാൻ എന്നെയാ കേൾക്കുന്നതേ, അതുകൊണ്ടാണ്. അപ്പോ ഇനി എന്നാണ് ആ സത്യം എനിക്ക് തെളിയുന്നത് ഗുരു എന്ന് ഗുരുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഗുരു പറയും, ഇനി 1 വർഷം വേണോ, 10 വർഷം വേണോ, അല്ലെങ്കിൽ ജന്മങ്ങൾ വേണോ എന്ന് ചോദിച്ചാൽ ഒരു സദ്ഗുരു നമ്മളോട് തരുന്ന ഉത്തരം എന്താണെന്നായിരിക്കുമോ?
ഒരു മിനിറ്റ് പോലും വേണ്ട. ആ മിനിറ്റിന്റെ ഒരു അംശമായ ഒരു ക്ഷണം മതി ആ വിദ്യ നമുക്ക് കിട്ടാൻ. അതിനെന്ത് വേണം? ഒരു ഗുരുവിന്റെ കാരുണ്യ കടാക്ഷങ്ങൾ നമ്മളിൽ വേണം. അതിന് വേദാന്തം പഠിക്കണ്ട, അതിന് ഉന്നത ബിരുദങ്ങൾ വേണ്ട. നിർമ്മലമായ മനസ്സോടുകൂടി ഭക്തിയോടുകൂടി ആ ഗുരുപാദങ്ങളിലെ നമ്മൾ ശരണാഗതി ചെയ്യുമ്പോൾ അതിനൊരു നിമിഷം മതി, ഒരു ക്ഷണം മതി ആത്മവിദ്യക്ക് എന്നാണ് രമണ മഹർഷിയെ പോലെയുള്ളവരൊക്കെ പറയുന്നത്. അത് കുമാരനാശൻ കരുണയിലെ ഉപഗുപ്തൻ വാസവദത്തയോട് പറയുന്നുണ്ട് അല്ലെ, ലോലമാം ക്ഷണമേ വേണ്ടു ബോധമുള്ളിൽ ജനിപ്പാനും മാലണയ്ക്കും തമസ്സാകെ മാഞ്ഞു പോകാനും. എന്ത് മനോഹരമായ വരികളാണ് അല്ലെ. എത്ര കുലടയായി ജീവിച്ച ആണെങ്കിലും വസന്തസേനയ്ക്ക് അവസാനം ആ ബുദ്ധഭിക്ഷുവിനോടുള്ള പ്രണയം അല്ലെ, ആ ബുദ്ധഭിക്ഷുവിന്റെ അനുഗ്രഹം അവസാന സമയത്ത് കിട്ടുമ്പോൾ ആ എത്ര മനോമാലിന്യങ്ങൾ ഉണ്ടായാലും അതെല്ലാം മാറിക്കൊണ്ട് ആ നിഷ്കളങ്കമായ ഭക്തി ആ മോക്ഷത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ ഗുരുവിലെ ഗൈതവമായ നിഷ്കളങ്കമായ നിഷ്കപടമായ ഭക്തി ഉണ്ടെങ്കിൽ, ആ ജിജ്ഞാസ ഉണ്ടെങ്കിൽ നമുക്കും ആ ആത്മ ലാഭത്തിന് ഉള്ള അവകാശമുണ്ട്, സാധ്യതകളുണ്ട് എന്ന് പറയാണ്. ഇപ്പോൾ വേദാന്ത സൂത്രം കേൾക്കുമ്പോൾ പലരും എന്നോട് പറയാറുണ്ട്, ക്ലാസ് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു ആനന്ദ അനുഭൂതി തോന്നുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് അവരവരുടെ, നമ്മൾ എപ്പോഴും പറയുന്നൊരു കാരണം, ജ്ഞപ്തേസ്തു കാരണം നൂനം ശിഷ്യപ്രജ്ഞേവ കേവലം. ജ്ഞാനത്തിന് അല്ലെങ്കിൽ അനുഭൂതിക്ക് കാരണം ശിഷ്യന്റെ പ്രജ്ഞ തന്നെയാണ്. അത് ഒരാളിത് കേൾക്കുന്നവന്റെ പക്വതയാണ് അവനിലേക്ക് അത് അനുഭൂതിയായി പെയ്തിറങ്ങുന്നത്. പലരും ഇത്രയും ഗഹനമായ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ ശിഷ്യന്റെ പക്വതയാണത്, പറയുന്നവന്റെ ഒരു ഉപാധിയാണ്, കാരണം അല്ല അത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നും മനസ്സിലായില്ലെങ്കിൽ കേൾക്കുക. മനസ്സിലാക്കല് മനസ്സിന്റെ തലത്തിനപ്പുറമുള്ള ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഒരിക്കലും അത് മനസ്സുകൊണ്ട് നമ്മൾ കേട്ട് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനൊന്നും നിൽക്കണ്ട. നമ്മുടെ സ്വരൂപത്തിൽ അത് ചെന്ന് പതിക്കുന്നുണ്ടോ, ആ ശ്രവണപുടങ്ങളിലൂടെ ഓരോ ശബ്ദവും ചെന്ന് എത്തുന്നത് ആ ആത്മചൈതന്യത്തിലെ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ പറയുന്നവനും ഒന്ന് തന്നെ, കേൾക്കുന്നവനും ഒരാൾ തന്നെ, പറയുന്ന വിഷയവും ഒന്നിനെ കുറിച്ച് തന്നെ. പറയുന്നവനും കേൾക്കുന്നവനും പറയുന്ന വിഷയവും ഒരേ ഒരു സത്യത്തെക്കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് ഓഡിയോ ഒക്കെ മ്യൂട്ടാക്കി വെച്ച് ശാന്തമായിരുന്ന ഗുരുവിന്റെ വേദാന്ത സൂത്രം നമുക്ക് ശ്രവിക്കണം. അപ്പോൾ നമ്മളൊക്കെ കുറേ ധനം സമ്പാദിച്ചു കൂട്ടി ജീവിതത്തിൽ സുരക്ഷിതരായി എന്ന് കരുതിയിരിക്കുന്നവരാണ്. അതായത് പാപം പ്രയത്നേന സമാഹരന്തി എന്ന് പറയും. അമൃതം പരിത്യജ്യ വിഷം പിബന്തി. അമൃതത്വത്തെ പരിത്യജിച്ചുകൊണ്ട് വിഷം ഭക്ഷിക്കുന്ന പോലെ ഇരിക്കും. പാപം പ്രയത്നം ചെയ്ത് സമാഹരന്തി എന്ന് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഋഷിമാര് പറയുന്നതാണ് കേട്ടോ. നമുക്ക് ജീവിക്കാൻ ആവശ്യത്തിന് ധനമൊക്കെ വേണം, രോഗം വന്ന മരുന്ന് വാങ്ങണം. പക്ഷെ അത് മാത്രമല്ല നമ്മുടെ ജീവിത ലക്ഷ്യം എന്നൊന്ന് ഓർമ്മിപ്പിക്കുക. പാപം പ്രയത്നേന സമാഹരന്തി. ഈ പാപത്തെ വളരെയധികം കഠിന പ്രയത്നം ചെയ്ത് സമാഹരിക്കുന്നു. എന്നിട്ടോ ഈ അമൃതത്വത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് ആ വിഷത്തെ കുടിക്കുന്നു എന്ന്. ആത്മജ്ഞാനത്തെ തേടി വരാത്തവരെ, ജിജ്ഞാസ ഇല്ലാത്തവരെ തേടി അവരെ കുറിച്ച് ഋഷിമാര് പറയുന്ന ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ ഒന്നാമത്തെ സൂത്രം നമ്മൾ പറഞ്ഞു, ആത്മാവ് തന്നെയാണ് ബ്രഹ്മം, ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഗുരുവിന്റെ കൃതികളിലൂടെയൊക്കെ കുറച്ച് കടന്നുപോയി. അതില് നിങ്ങൾ റെഫർ ചെയ്യുന്നവര് ദർശനമാലയിലെ ഭക്തി ദർശനത്തിലെ 4ാമത്തെ മന്ത്രം വെറുതെ ഒന്ന് കുറിച്ചിടുക. ഗുരു ഇത് തന്നെയാ പറയുന്നത്. ആദ്യം ഗുരു ഭക്തി ദർശനം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ജ്ഞാനദർശനം കഴിഞ്ഞാണ് ഭക്തി ദർശനത്തിലേക്ക് വരേണ്ടത്. ക്ഷേത്രങ്ങളിലൊക്കെ സമ്പത്ത് കുന്നുകൂടുമ്പോൾ അത് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈശ്വരന് നമ്മുടെ സമ്പത്തൊന്നും വേണ്ട. ഈശ്വരനെ കൊണ്ട് ഈ ക്ഷേത്രങ്ങളെ നമ്മൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുക എന്ന് പറഞ്ഞാൽ,
നമ്മളിലുള്ള ആത്മീയതയെ തെളിയിക്കാനാണ് ക്ഷേത്രങ്ങൾ. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ഭക്തിരാത്മാനുസന്ധാനം എന്ന് പറഞ്ഞാൽ തുടങ്ങണേ. ആത്മാവിനെ തിരയലാണ് ഭക്തി. കാരണം ജ്ഞാനം കഴിഞ്ഞിട്ട് ഭക്തി പറയണേ. ഈശ്വരൻ എന്താണെന്ന് വ്യക്തമായി പറഞ്ഞിട്ട് ആ ഏകനും അദ്വിതീയനുമാണ് ഈശ്വരൻ, അത് സച്ചിദാനന്ദ സ്വരൂപനാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ആ ഈശ്വരനെ അറിയണം. അത് എങ്ങനെയാണ് ഭക്തി ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഓർക്കണം, ജ്ഞാനത്തിന് ശേഷമാണ് ഭക്തി. ഈശ്വരനെ നന്നായി അറിഞ്ഞതിന് ശേഷമേ ഭക്തി ചെയ്യാൻ പറ്റുള്ളൂ. ഓടി നടക്കരുത്. അപ്പൊ ഭക്തി ആത്മാനുസന്ധാനം എന്ന് പറഞ്ഞു. ആത്മാവിനെ അനുസന്ധാനം ചെയ്യലാണ്, തിരയലാണ്, അല്ലെങ്കിൽ ഉപാസിക്കലാണ് ഭക്തി എന്ന് പറഞ്ഞു. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആത്മാ ആനന്ദ ഘനക, അവിടെ ആനന്ദം ഇരിപ്പുണ്ട്. നമ്മൾ പുറമേ തേടുന്ന ഒരു വസ്തുവിലും ആനന്ദമില്ല, ആത്മവസ്തുവിൽ ആനന്ദമുണ്ട്. അതുകൊണ്ട് ആ ബ്രഹ്മവിത്ത് എപ്പോഴും എന്ത് ചെയ്യുന്നു? ബുദ്ധി കൊണ്ട് ആത്മാവിനെ തിരയുന്നു. ആ ബുദ്ധിക്കപ്പുറമുള്ള ആത്മാവിനെ ഉപാസന ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുക സദാ ബ്രഹ്മാനുസന്ധാനം ഭക്തി. ഞാൻ ഈശ്വരനാണ്, എന്നിൽ കുടികൊള്ളുന്ന ചൈതന്യം ബ്രഹ്മാംശമാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴാണ് ഈ പുറത്തുള്ളതും അത് തന്നെ, അല്ലെ? അനുസന്ധീയതേ ബ്രഹ്മാനന്ദഘനോ യതഃ സദാ ബ്രഹ്മാനുസന്ധാനം ഭക്തി. കണ്ടോ, ഇവിടെ ഗുരു ഇത് തന്നെ ക്രമത്തെ നമ്മളെ നടത്തിച്ചു കൊണ്ടുപോകണേ. ആത്മാവിനെ തെരഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, നീയും അവനും, അല്ലെ, പാമ്പും പക്ഷിയും പഴുതാരയും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും ബ്രഹ്മം തന്നെ എന്ന് ഭക്തിയുടെ തലം നീട്ടി കൊണ്ടുപോവുക. അതിനുശേഷം 4-ാം ശ്ലോകത്തിൽ എത്തുമ്പോൾ ഗുരു പറയുക, ആത്മൈവ ബ്രഹ്മ ഭജതി നാന്യമാത്മാനമാത്മവിത് ഭജതീതി യദാത്മാനം ഭക്തിരിത്യഭിധീയതേ. നമ്മൾ ഈ സൂത്രത്തോട് ചേർത്ത് വയ്ക്കാവുന്നതാണത്, അല്ലെ? ആത്മാ ഏവ ബ്രഹ്മ, ആത്മൈവ ബ്രഹ്മ, അല്ലെ? ഇപ്പൊ ഗുരു ഉപദേശിച്ച വേദാന്ത സൂത്രത്തിന്റെ ആദ്യത്തെ സൂത്രത്തിന്റെ എക്സ്പ്ലനേഷൻ അവിടെ കിടക്കുന്നു. ആത്മൈവ ബ്രഹ്മ, ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. എന്നിട്ട് പറയാണ് ആത്മവിത് ആത്മാനം ഭജതി. ആത്മാവിനെ അറിഞ്ഞവൻ മറ്റൊരാളെ ഒരു മൂർത്തിയെയും തേടി നടക്കില്ല, അല്ലെ? പൈസയും കൊണ്ട് നടക്കില്ല. ആത്മാവിനെ അറിഞ്ഞവൻ ആത്മാവിനെ തന്നെ ഭജിക്കുന്നു. ആത്മവിത്ത് ആത്മാനം ഭജതി. ആത്മാവിനെ അറിഞ്ഞവൻ ആത്മാവിനെ തന്നെ ഭജിക്കും. അന്യം ന ഭജതി, നാന്യം എന്ന് പറയുന്നത് അന്യം ന ഭജതി, മറ്റൊന്നിനെയും ഭജിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ നന്നായി പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, ഒരു ഭക്തിയെ കുറിച്ചൊരു ബാലപാഠങ്ങൾ പോലും അറിയില്ലാത്ത മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കണം. പാവങ്ങള് കരുതിക്കൂട്ടി ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ടുപോയി കൊണ്ട് ഓടി നടക്കുമ്പോൾ, ദുഃഖ ദുരിതങ്ങൾ മാറാൻ ഓടി നടക്കുമ്പോൾ പറയണം, അകത്തൊരു വിലമതിയാത്ത വിളക്കുണ്ട്, അവിടെ പണമൊന്നും ആവശ്യമില്ല, അവിടെ ഒരു പണവും ആരുടെ സമ്പത്ത് ആവശ്യമില്ല. ഈശ്വരന്റെ സമ്പത്തെടുത്ത് ഈശ്വരനോട് കൊടുത്തിട്ട് ഈശ്വരനോട് ചോദിക്കുന്ന രീതി ശരിയല്ല. അത്യാവശ്യം ദേവകടം വീട്ടണം. അതിന് നമ്മുടെ അധികം ശരീരം അലയാതെ, മനസ്സലയാതെ, ധനം നഷ്ടപ്പെടാതെ ആ ഉള്ള ധനം ആ യാത്രക്കൂലി കൊടുത്താൽ മതി. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ കൊണ്ടിടുക. കുറച്ചു നേരം ശാരീരിക ക്ഷീണമൊന്നും ഇല്ലാതെ ധ്യാനത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ ഓടണേ? ഗുരുവിന്റെ ഭക്തി ദർശനമൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഓട്ടത്തിന്റെ സ്പീഡ് കുറയും, ഒരു സംശയവും ഇല്ല. അന്യം ന ഭജതി, മറ്റൊന്നിനെയും ഭജിക്കുന്നില്ല. ആത്മാനം ഭജതി ഇതി ഭജതീതി യഥാത്മാനം ഭക്തിരിത്യഭിധീയതേ. ഗുരു പറയാണ്, എന്താണ് ഭക്തി? ആത്മാനം ഭജതി ഇതി, ആത്മാവിനെ ഭജിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഭക്തി എന്ന പേര് തന്നെ ഉണ്ടായത്. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ ഭജിക്കേണ്ടത് സ്വരൂപത്തെയാണ്, ആത്മാവിനെയാണ്. അതിനെയാണ് വിടാതെ മറക്കാതെ സ്മരിക്കേണ്ടത്, അതിനെയാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം ഗുരു 5-ാമത്തെ ശ്ലോകത്തിൽ പിന്നെയും പറയാ, ആനന്ദ ആത്മാ ബ്രഹ്മേതി നാമൈതസ്യൈവ തന്യതേ ഇതി നിശ്ചിതധീര്യസ്യ സഭക്ത ഇതി വിശ്രുതഃ. ഇനി ഭക്തൻ ആരാന്ന് പറയാ. അപ്പൊ നമ്മൾ ഭക്തനാണോ പ്രാകൃതനാണോ ആരാണെന്ന് ചിന്തിച്ചെടുത്തോളൂ. ആരാ ഭക്തൻ? ഓടുന്നവൻ പ്രാകൃതനാണ്. കാരണം ഇവിടെ നിന്ന് കിട്ടാത്ത കുറച്ച് അവിടെ നിന്ന് തരുമേ. ഇനി അവിടെ നിന്നും കിട്ടാത്ത തൊട്ടപ്പുറത്തൊരെണ്ണുണ്ട്, അവിടെ നിന്നും കിട്ടും, അല്ലേ? അതുകൊണ്ട്
ഇവിടെ ഗുരു പറയുക ആനന്ദ ആത്മാ ബ്രഹ്മ ഇതി. ആനന്ദമെന്നും ആത്മാവെന്നും ബ്രഹ്മ എന്നും പറഞ്ഞാൽ നാമ ഏതസ്യൈവ ധന്യതേ. ഈ പേരുകൾ ഈ ഒന്നിന്റെ തന്നെ പേരുകളാണ്. പല പേരുകൾ വിളിക്കുന്നു എന്നേ ഉള്ളൂ. ആനന്ദം എന്ന് പറഞ്ഞാലും ആത്മാവെന്ന് പറഞ്ഞാലും ബ്രഹ്മം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. നാമ ഏതസ്യൈവ ധന്യതേ, ഇതിന്റെ തന്നെ പേരാണ്. ഇതി നിശ്ചിതധീർയസ്യ. ഇതി ഇപ്രകാരം യസ്യ യാതൊരുവനാണോ ഉറപ്പുള്ളത്, നിശ്ചിതമായ ബുദ്ധിയുള്ളത്. അനന്തമെന്നും ആത്മാവെന്നും ബ്രഹ്മമെന്നും പറഞ്ഞാൽ ഒന്നാണെന്ന് ആർക്കാണോ നിശ്ചിതമായ ബുദ്ധിയുള്ളത്, സ ഭക്ത, അവൻ ഭക്തനെന്ന് വിശ്രുത പ്രസിദ്ധമാണ്. ഇനിയും ഭക്തന്റെ നിർവചനം ഗുരു പറയുന്നുണ്ട് അല്ലെ. ആനന്ദോഹമഹം ബ്രഹ്മാത്മാഹമസ്മീതി രൂപത ഭാവനാ സതതം യസ്യ സ ഭക്ത. ഞാൻ ആനന്ദമാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ ബ്രഹ്മമാണെന്ന് ആരാണോ നിരന്തരം ഭാവന ചെയ്യുന്നത് അവൻ ഭക്തനാണെന്ന്. എന്തിനാ ഗുരു നമുക്ക് ഇതൊക്കെ തന്നേ? ഓടാനാണോ? ഒക്കെ പഠിക്കാനല്ലേ? ഇതിന്റെ പൊരുള് പഠിക്കണം നമ്മൾ. ഇതൊക്കെ ഒരു ചെവി കൂടി കേട്ട് ഒരു ചെവി കൂടി കളയാതെ എന്താണ് ഭക്തൻ, എന്താണ് ഭക്തി, ആരാണ് ഭക്തൻ, എന്താണ് ഭക്തി? ഗുരു എന്തിനാ നമുക്ക് ദർശനമാലയിൽ ഇതെല്ലാം തന്നത്? ഓരോ ഭക്തി കോപ്രായങ്ങൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ സങ്കടം തോന്നിപ്പോവും. ഗുരുവിനെ അറിയുന്നവർ വരെയും നല്ല ഗുരുഭക്തർ വരെയും ഓട്ടത്തിന് ഒരു സ്പീഡും കുറഞ്ഞു കാണുന്നേ ഇല്ല. അപ്പൊ നമ്മള് അറിയേണ്ടത് എവിടെയെങ്കിലും സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് അറിയേണ്ടതിനെ അറിയാനൊന്ന് ശ്രമിക്കുക. അപ്പൊ തന്നെ നമ്മുടെ കഷ്ടതകൾ, ശരീരത്തിന്റെ ക്ഷീണം വരെ മാറിപ്പോകും, രോഗം വരെ മാറിപ്പോകും. അതാണ് അറിയേണ്ടത്. എന്തിനാ ശരീരത്തിന് ഇത്ര അലയ്ക്കുന്നത്? ഭക്തിക്ക് വേണ്ടി. അത് ഒരിടത്ത് ഇരുന്ന് നേടേണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഏകമായ ഈശ്വരനെ അറിയുക എന്നുള്ളത് മാത്രമാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. അത് സിദ്ധാന്തപരമായി ശാസ്ത്രബുദ്ധിയോടെ സത്യരൂപം ഗ്രഹിക്കുമെങ്കിൽ അതിനെ എന്ത് പേരിട്ട് നിങ്ങൾ വിളിച്ചോ ഒരു കുഴപ്പമില്ല. അതിനെ തത്വപരമായി ഭക്തി ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഗുരു ജ്ഞാന ദർശനത്തിൽ ഈശ്വരൻ എന്താന്ന് പറഞ്ഞു തന്നു. അതിനുശേഷം ആ ഈശ്വരനെ ഭക്തി ചെയ്യേണ്ട വിധം എങ്ങനെ, ആരാണ് ഭക്തൻ എന്നാ ഗുരു പറയണേ. അപ്പോ ഇവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈശ്വരനെ അറിയുക എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ജീവിത ലക്ഷ്യമാണ്. അത് ശാസ്ത്രബുദ്ധിയില് സിദ്ധാന്തപരമായ ആ സത്യത്തെ അങ്ങനെ നമ്മൾ സത്യരൂപത്തെ അറിഞ്ഞ് അതിനെ പ്രാപിക്കുമെങ്കിൽ നിങ്ങൾ ഈശ്വരനെ എന്ത് പേരിട്ട് വിളിച്ചോ, എന്ത് പേരിട്ട് വിളിച്ചാലും വിരോധമില്ല. സത്യം അറിഞ്ഞ് ഭക്തി ചെയ്താൽ ഏത് ശിവനെയോ ദേവിയെയോ ഗണപതിയെയോ ഇഷ്ടമൂർത്തികളെയൊക്കെ ഭജിച്ചോ. പക്ഷെ അവിടെയൊക്കെ ആ മൂർത്തിയിലൂടെ ഞാൻ തെളിയിക്കേണ്ടത് എന്റെ സ്വരൂപമാണെന്നുള്ള ജ്ഞാനത്തോടുകൂടി ഓടിയാൽ മതി. ആരുടെയും ഭക്തിയെ തടയുന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള രൂപമൊക്കെ അവിടെ ഇരുന്നോട്ടെ. നമ്മൾ ജ്ഞാനത്തിലേക്ക് എത്തുമ്പോൾ രൂപമൊക്കെ ഭഗവാൻ തന്നെ മാറ്റി ശരിയായ രൂപം തെളിച്ചു തന്നോളൂ. നമ്മൾ പോകുന്ന വഴിയിൽ ഒരു തടസ്സവും വരുത്തണ്ട. പക്ഷെ നമ്മുടെ ജ്ഞാനത്തിലെ നമ്മൾ മാറ്റം വരുത്തണം. ഈശ്വരനെ കുറിച്ചുള്ള ബോധം നമുക്ക് ശരിയായ രീതിയിൽ ഉണ്ടാകണം എന്നർത്ഥം. കാരണം ജീവിത ലക്ഷ്യം നിലനിൽപ്പിന്റെ തത്വം അറിയുക എന്നുള്ളതാണെന്ന് മറന്നു പോകരുത്. ഇടക്കിടക്ക് ഓർമ്മിപ്പിച്ചോളണം. ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മുടെ നിലനിൽപ്പിന്റെ തത്വം അറിഞ്ഞിട്ടേ ഈ ശരീരം വിടാവൂ. ഉറച്ച തീരുമാനം എടുക്കണം. ഇനി വേദാന്ത സൂത്രം ഒരു സൂത്രം പഠിച്ചിട്ട് മനസ്സിലായില്ലെന്ന് കരുതി സ്കിപ്പാകരുത്. ചിലപ്പോൾ അടുത്ത സൂത്രത്തിലായിരിക്കും നമുക്ക് തെളിയിക്കുക. നമ്മൾ പറഞ്ഞില്ല, ഒരു ക്ഷണം മതിയാവും നമ്മളിലേക്ക് ഈ വിളക്കൊന്ന് തെളിയിച്ചു തരാൻ. അതുകൊണ്ട് ഭാഗവതം പറയുന്ന ഒരു വരിയുണ്ട്, വദന്തി തത് തത്വവിദഃ തത്വം യത് ജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശംസ്യതേ. നിർത്തുകയാണ് ഈ ശ്ലോകം, ഈ സൂത്രം തീരാണ്. വദന്തി തത് തത്വവിദഃ, തത്വം അറിഞ്ഞവർ, ഈശ്വരന്റെ ശരിയായ തത്വം അറിഞ്ഞവർ, തത് വദന്തി, ആ ഈശ്വരനെ ഇങ്ങനെ പറയുന്നു. എന്തു പറയുന്നു? തത്വം തത് യത് ജ്ഞാനം അവ്യയം, ഏത് ജ്ഞാനം അദ്വയം, ഏത് ജ്ഞാനമാണോ ഏകമായ ജ്ഞാനം, അതാണ് തത്വമെന്ന് ഈശ്വരനെ അറിഞ്ഞവർ പറയുന്നു. ഏകവും അദ്വിതീയവുമായ സത്യമാണ് പരമമായിട്ടുള്ള സത്യമെന്ന് ഈശ്വരനെ അറിഞ്ഞവർ പറയുന്നു. അവരതിനെ പേരിട്ട് വിളിക്കുന്നു. ബ്രഹ്മം എന്ന് വിളിക്കുന്നു, പരമാത്മാവെന്ന് വിളിക്കുന്നു, ഭഗവാൻ എന്ന് വിളിക്കുന്നു. ഒരു ഭക്തനാണെങ്കിൽ അവനെ ഭഗവാൻ എന്ന് വിളിക്കുന്നു. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശംസ്യതേ. ഇങ്ങനെയൊക്കെ വിളിച്ചോ. പക്ഷെ തത്വം അറിഞ്ഞിട്ട് വേണം നമ്മൾ
യാത്ര ചെയ്യാൻ യഥാർത്ഥ വസ്തുഗ്രഹണം കൂടാതെ സത്യവസ്തുവിനെ അറിയാതെ ദേവതാഭജനം നടത്തുന്നവർ ലക്ഷ്യത്തിൽ എത്തിച്ചേരാതെ എന്താ പറയുക, ഭ്രമിച്ചു പോകുന്നു. അതായത് തത്വമറിയാതെ ദേവതാഭജനം നടത്തുന്നവർ ഈശ്വരനെ തന്നെയാണ് ഭജിക്കുന്നതെങ്കിലും അവിടെ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? ആഗ്രഹങ്ങളുടെ മാറാപ്പുമായി അലയും അവര്. അങ്ങനെ വീണ്ടും വീണ്ടും ജനനമരണ പ്രവാഹത്തിൽ പെട്ടുപോകും. അതുകൊണ്ടാണ് തത്വമറിഞ്ഞ് ഭക്തി ചെയ്യാൻ പറയണത്. ചോദിക്കലും നമ്മുടെ ധർമ്മമല്ല, ചോദിച്ചു വാങ്ങലും നമ്മുടെ ധർമ്മമല്ല. ഒന്നും ചോദിച്ചു വാങ്ങാൻ പറ്റില്ല. ഞാൻ വ്രതം എടുത്തിട്ടല്ല എനിക്ക് കിട്ടിയത്. കുഞ്ഞിന്റെ പ്രാരബ്ധം കുഞ്ഞിനുണ്ട്, അതുപോലെ വരുള്ളൂ. നമ്മുടെ പ്രാരബ്ധം നമ്മളിലൂടെ കർമ്മങ്ങളിലൂടെ കടന്നു പോകും, അല്ലേ? അവിടെയൊക്കെ നമ്മൾ സങ്കല്പം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ആത്മസ്വരൂപത്തോടാണ്. ഇത്തരം ഒരു അറിവ് നമുക്ക് നന്നായിട്ട് വേണം. അപ്പൊ പറഞ്ഞു വരുന്നത്, ഗുരുവിൽ നിന്ന് ഉപദേശം കിട്ടി, പ്രപഞ്ചവും അതിന് കാരണമായ ആത്മാവും ബ്രഹ്മമാകുന്നു എന്ന് പറഞ്ഞു, എന്ന ശ്രവണം നടന്നു. അങ്ങനെ ദീർഘമായ ശ്രവണ മനനങ്ങളിലൂടെ കടക്കുമ്പോഴാണ് നമുക്ക് ബ്രഹ്മൈവാഹം എന്ന ദൃഢബോധത്തിലെത്താനാവുക. അഹം ബ്രഹ്മ ഏവ എന്ന് പറയുമ്പോൾ നാമരൂപരഹിതമായ ഞാനും അതേ ആത്മാവ് തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ബ്രഹ്മിക്കുന്നത്, വർദ്ധിക്കുന്നത് എന്നർത്ഥം. ഈ പ്രപഞ്ചാകാരത്തിൽ പെരുകുന്നത് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ആത്മാവെന്ന് പറഞ്ഞാലും ബ്രഹ്മം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. നീ അറിയാൻ ആഗ്രഹിക്കുന്ന ആത്മാവ്, ആ ആത്മാവ് തന്നെയാണ് സകല പ്രപഞ്ചത്തിനും ചൈതന്യമായിരിക്കുന്നത്. ആ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം, ഞാനും അത് തന്നെയാണ് എന്നാണ് ഒന്നാമത്തെ സൂത്രത്തിന്റെ പൊരുള്. ഇനി അടുത്തത് രണ്ടാമത്തെ സൂത്രമാണ്. രണ്ടാമത്തെ സൂത്രം എടുത്തു വയ്ക്കുക എല്ലാവരും. അതിനുശേഷം ഒന്നാമത്തെ സൂത്രം ചൊല്ലാൻ നന്നായിട്ട് പഠിക്കണം. 2-3 പ്രാവശ്യമെങ്കിലും, ഒരു 4-5 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം അത് ധ്യാനിക്കണം. ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ ആ മന്ത്രം നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ആ സ്വരൂപം തന്നെയാണെന്നും ഈ കാണുന്നതെല്ലാം ആ സ്വരൂപത്തിന്റെ പ്രകടനങ്ങളാണെന്നും ഒരു ബോധത്തോടു കൂടി നമ്മൾ അതിനെ ആ ഒന്നാം സൂത്രത്തെ ഉപാസന ചെയ്യണം, ധ്യാനിക്കണം. അടുത്ത ഒരു മന്ത്രം പഠിക്കുന്നത് വരെ ഈ ഒരു ഉപാസന നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ക്ലാസ് ഒന്നും കൂടി കേൾക്കണമെങ്കിൽ യൂട്യൂബിൽ നിന്നെടുത്ത് ഒന്നും കൂടിയൊക്കെ കേൾക്കുക. അതിനുശേഷം നമ്മുടെ സ്വരൂപത്തെ കുറിച്ചാണ് പറയുന്നത്, മറ്റൊന്നിനെ കുറിച്ചല്ല പറയുന്നത് എന്നറിയണം. ഇനി അടുത്തത് പറയുകയാണ്. ഇപ്പൊ ബ്രഹ്മത്തിനെ കുറിച്ച് പറഞ്ഞു തന്നു, നമ്മുടെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു തന്നു, എല്ലാം അത് തന്നെയാണെന്ന് പറഞ്ഞു തന്നു. അനേകം ഉപനിഷത്തുക്കളുടെ സാരത്തെയാണ് ഗുരു ആദ്യത്തെ സൂത്രം കൊണ്ട് പറഞ്ഞു തന്നത്. ഇനി എന്താണ് കിം തസ്യ ലക്ഷണം, കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി, അതാണ് സൂത്രം കേട്ടോ. ഒരു 5-6 പ്രാവശ്യം അവിടെ ഇരുന്നൊന്ന് മനനം ചെയ്യുക. കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി, കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി. നമുക്കൊന്ന് പിരിച്ചു നോക്കാം അല്ലെ സൂത്രം. കിം തസ്യ ലക്ഷണം അസ്യ, ലക്ഷണം പ്ലസ് അസ്യ ചേർത്ത് വരുമ്പോൾ ലക്ഷണം അസ്യ എന്ന് വരും അല്ലെ. അസ്യ എന്നാണ് അവിടെ കിട്ടേണ്ടത്. കിം തസ്യ ലക്ഷണം അസ്യ ച കതി ഗണനയാ ഇതി. ഗണനയേതി എങ്ങനെ പിരിക്കും? ഗണനയാ പ്ലസ് ഇതി ചേരുമ്പോൾ ഗണനയേതി. വെറുതെ ഒന്ന് അത് പിരിച്ചു നോക്കണം കേട്ടോ. എൻ്റെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അവിടെ അടുത്തൊന്ന് എഴുതി നോക്കണം. കിം തസ്യ ലക്ഷണം അസ്യ ച കതി ഗണനയാ ഇതി എന്ന് 6 വാക്കുകളുള്ള ഒരു സൂത്രമാണിത്. കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി. ഇനി ബ്രഹ്മത്തിനെ കുറിച്ച് പറഞ്ഞു. ഈ ആത്മാവ് ബ്രഹ്മമാണ്, ഞാനും ബ്രഹ്മമാണെന്ന് പറഞ്ഞു. ഇനി പറയാണ് കിം തസ്യ ലക്ഷണം. കിം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള അർത്ഥമാണ്. കിം അത് നപുംസകലിംഗമായ ഒരു പദമാണ് കിം ശബ്ദം. എന്ത് പുല്ലിംഗ ശബ്ദത്തിലാണ് ചോദിക്കണമെങ്കിൽ അയം അല്ല കഹ എന്ന് ചോദിക്കുള്ളൂ. കഹ
സ്ത്രീലിംഗ ശബ്ദത്തിൽ ഉള്ള ഒരു പദമാണ്, ഒരു ചോദ്യവാചക ശബ്ദമാണെങ്കിൽ കാ എന്ന് ചോദിക്കുള്ളൂ. ഇവിടെ കിം എന്ന് പറഞ്ഞത് നപുംസകലിംഗ കിം കെ കാനി, കിം കെ കാനി എന്നുള്ള രൂപമാണ്. പ്രഥമയും ദ്വിതീയയും ഒരേ രൂപം തന്നെയാണ്. തൃതീയ മുതൽ ഇങ്ങോട്ട് പുല്ലിംഗത്തിന്റെ അതേ രൂപം തന്നെയാണ്. ഇവിടെ ബ്രഹ്മശബ്ദം നപുംസകലിംഗ ശബ്ദമാണ്. അതുകൊണ്ട് ബ്രഹ്മത്തെ തന്നെയാണ് ലക്ഷണം ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഗുരു അവിടെ വല്ലാത്തൊരു പൂട്ടിയേക്കണേ. ഒരു വാക്കും അവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബ്രഹ്മസൂത്രത്തിലൊക്കെ ആഡ് ചെയ്ത് ഭാഷ്യങ്ങളും ഒക്കെ വേറെ ഒക്കെ ആയി പോകുന്ന പോലെ ഒന്നും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ സർവനാമ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട് ഗുരു, തസ്യ അസ്യ എന്നൊക്കെ. അപ്പൊ അത് ഓരോ വിഭക്തി അനുസരിച്ച് ബ്രഹ്മത്തിനെയും പ്രപഞ്ചത്തിനെയും ഒക്കെ കുറിക്കുന്ന സർവനാമ ശബ്ദങ്ങളാണ് ഗുരു ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കിം എന്നുള്ളത് കശബ്ദത്തിന്റെ നപുംസകലിംഗ ശബ്ദമാണ്. അത് കാരണം ഇവിടെ ബ്രഹ്മമാണ് വിഷയം. ബ്രഹ്മം നപുംസകലിംഗ ശബ്ദമാണ്. തസ്യ എന്ന് പറഞ്ഞ ബ്രഹ്മണഹ, ബ്രഹ്മത്തിന്റെ എന്നർത്ഥമാണ്. ഷഷ്ടി വിഭക്തിയാണ് അവിടെ ഇവിടെ കിം എന്ന് പറഞ്ഞ എന്താണ്, തസ്യ എന്ന് പറഞ്ഞ അതിന്റെ എന്ന് പറഞ്ഞ ബ്രഹ്മത്തിന്റെ. തശബ്ദം അവിടെ ബ്രഹ്മപദത്തെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ്. തത് അല്ലെ, തത്വമസിയിലെ തത് അത് ബ്രഹ്മമാണ് അല്ലെ. അതുപോലെ അതിന്റെ ഷഷ്ടിയാണ് തസ്യ. തേന താഭ്യാം തൈഹി തസ്മൈ താഭ്യാം തേഭ്യഃ തസ്മാത് താഭ്യാം തേഭ്യഃ തസ്യ തയോഹോ തേഷാം തസ്മിൻ തയോഹോ തേഷു. അങ്ങനെ രൂപം, നിങ്ങൾ ഈ രൂപം കേട്ടൊന്നും പേടിക്കണ്ട. തശബ്ദത്തിന്റെ ഷഷ്ടി വിഭക്തിയിലെ രൂപമാണ് തസ്യ. അതിന്റെ അർത്ഥം ഏതിന്റെ? ബ്രഹ്മണഹ. ബ്രഹ്മശബ്ദത്തിന്റെ ഷഷ്ടി വിഭക്തിയാണ് ബ്രഹ്മണഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ. അപ്പോ അവിടെ ആത്മാവിന്റെ എന്നും വരാം നമുക്ക്. തസ്യ കിം തസ്യ ലക്ഷണം, എന്താണ് അതിന്റെ ലക്ഷണം? ഈ ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്ത്? പിന്നെ പറയാണ് അസ്യ, ഇതിന് എന്ന് പറഞ്ഞ ഇവിടെ നമ്മൾ സൂചിപ്പിക്കണം. ഇവിടെ അസ്യ എന്നുള്ളത് കൊണ്ട് ഇതം ശബ്ദത്തിന്റെ ഷഷ്ടി വിഭക്തിയാണ് അസ്യ എന്നുള്ളത്. ഇതം ശബ്ദം പ്രപഞ്ചവാച ശബ്ദമാണ്. സൃഷ്ടുവേദം വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞത് അത്ര ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കുറച്ച് വ്യാകരണ കാര്യങ്ങൾ പറയാതെ ഇതിന്റെ പൊരുൾ മനസ്സിലാവില്ല. അതുകൊണ്ട് ഇതം ശബ്ദം നപുംസകലിംഗാണ്. അതിന്റെ സർവനാമമാണ് ഗുരു ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ അസ്യ എന്ന് പറഞ്ഞാൽ. അസ്യ ഇതം ഇമേ ഇമാനി, ഇതം ഇമേ ഇമാനി, അനേന ആഭ്യാം ഏഭിഹി, അസ്മൈ ആഭ്യാം ഏഭ്യഃ, അസ്മാദ് ആഭ്യാം ഏഭ്യഃ, അസ്യ അനയോഹോ ഏഷാം എന്ന രൂപം അസ്യ. അപ്പോൾ ഇവിടെ പുല്ലിംഗത്തിനും നപുംസകലിംഗത്തിനും ഒരേ ശബ്ദമാണ്. എന്നാലും ഇവിടെ ഇതം ശബ്ദം പ്രപഞ്ചവാചി ശബ്ദമായിട്ട് കൂടി നമുക്ക് എടുക്കാം. അപ്പോ പ്രപഞ്ചത്തിന്റെ ഗണന അസ്യച്ച എന്ന് പറഞ്ഞ ഈ ജഗത്തിന്റെ, ഈ പ്രപഞ്ചം ഗണന കൊണ്ട്, പരിഗണന കൊണ്ട്, വിചാരം കൊണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് അർത്ഥം കൊടുക്കാം. ഗണന എന്ന് പറഞ്ഞാൽ എണ്ണലാണല്ലോ, എത്ര വിധം എന്നാണ് അടുത്തത് ചോദിക്കാൻ പോകുന്നത്. ഗണന കൊണ്ട് അല്ലെങ്കിൽ പരിഗണന പ്രകാരം കതി എന്ന് പറഞ്ഞ ഒരു സംഖ്യാവാചക ശബ്ദമാണ് സംസ്കൃതത്തിലെ. കതി എത്ര, കതി ഛാത്രാഹ സന്ധി, എത്ര കുട്ടികളുണ്ട്. പഞ്ചഛാത്രാഹ സന്ധി, 5 കുട്ടികളുണ്ട്. എത്ര കതി. അവിടെ ചോദിക്കുക കതി ഭേദാഹ, എത്ര ഭേദങ്ങളുണ്ട്. കതി എത്ര ഭേദങ്ങളുണ്ട്. ഗണനയാ കതി, പരിഗണന പ്രകാരം ഇത് എത്രയുണ്ട്. എന്താണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം? ഇനി ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ പ്രപഞ്ചാന്തർഗതമായിരിക്കുന്ന ബ്രഹ്മചൈതന്യം രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. അത് ഗണന കൊണ്ട്, പരിഗണന പ്രകാരം കതി എത്ര ഭേദങ്ങളുണ്ട്. ഇതീച്ച എന്നുള്ളതും എന്ന് പറയാണ്. അതായത് എന്നുള്ളതും അവിടുന്ന് ഉപദേശത്തിലൂടെ പറഞ്ഞു തരണം. ഇവിടെ ച എന്ന് പറയുന്നത് മുൻ സൂത്രത്തോട് ചേർത്ത് വെക്കുന്നതാണ്. ആദ്യം അതായത് ആത്മനോ ജിജ്ഞാസുഹു തദിതം ബ്രഹ്മൈവാഹം എന്ന് പറഞ്ഞില്ലേ, അതിനോട് കണക്ട് ചെയ്യുന്ന ഒരു വേർഡാണ് ച. ഒരു സമുച്ചയ നിപാതം എന്ന് പറയും അതിനെ. ഒരു വാക്കിനെ മറ്റൊരു
ഒരു സൂത്രത്തോട് ചേർത്ത് വെക്കുകയാണ്. അതിൻ്റെ ഒപ്പം ഇതും കൂടി പറഞ്ഞു തരണം, ഇതും കൂടി ഗ്രഹിക്കണം, അല്ലെങ്കിൽ ഇതും കൂടി സംശയ നിവൃത്തി വരുത്താനുണ്ട്. ഗുരുവിന്റെ മുമ്പിലേക്ക് വെക്കുകയാണ്. കിം തസ്യ ലക്ഷണം, എന്താണ് ആ ആത്മാവിന്റെ ലക്ഷണം, എന്താണ് ആ ബ്രഹ്മത്തിന്റെ ലക്ഷണം, എന്താണ്? അസ്യച്ച, ഇതിന്, ഇവിടെ ഈ ജഗത്തിനെന്നും ഈ ജഗത്തിന് ആധാരമായിരിക്കുന്ന പരമ്പൊരുളിനെന്നും ഒക്കെ അർത്ഥം കൊടുക്കാം. ഗണനയ, പരിഗണന പ്രകാരം, കതി, എത്ര ഭേദങ്ങളുണ്ട്, ഇതിച്ച, എന്നുള്ളതും അവിടുന്ന് ഉപദേശത്തിലൂടെ പറഞ്ഞു തരേണ്ടതാണ് എന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞു തരണം. എന്താണ് ഈ ബ്രഹ്മത്തിന്റെ ലക്ഷണം? ഞാൻ ആത്മാവാന്ന് പറഞ്ഞു, ബ്രഹ്മമാന്ന് പറഞ്ഞു, ആത്മാവെന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാന്ന് പറഞ്ഞു, ഈ നീയും ബ്രഹ്മമാണ് ഞാനും ബ്രഹ്മമാന്ന് പറഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ ആധാരമായിരിക്കുന്ന ചൈതന്യവും ബ്രഹ്മമാണെങ്കിൽ അതിന്റെ ലക്ഷണം എന്ത്? അത് പരിഗണന പ്രകാരം എത്ര വിധമുണ്ട്? ഇതൊക്കെയാണ് അടുത്ത ചോദ്യം. ഈ ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകേണ്ടിയിരിക്കുന്നു. അതായത് ബ്രഹ്മത്തിന്റെ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചാകാരമാ രൂപേണ വിരാജിക്കുന്ന ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുമായി ശോഭിക്കുന്നത്. അതിന്റെ ലക്ഷണം എന്താണ് എന്നും, പരമാത്മ ചൈതന്യത്തിന് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് എത്ര ഭേദങ്ങളുണ്ട് എന്നാണ് ചോദ്യം. അനേകം ഉപനിഷത്തുക്കളിലൂടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെ ഗുരു 6 വാക്കുകളുള്ള ചെറിയ സൂത്രത്തിലാക്കിക്കൊണ്ട് ഉത്തരം പറയാൻ പോവാണ്. നമ്മൾ വേദാന്ത സൂത്രം എടുത്തപ്പോൾ ഇത്രയും ഗഹനമാണ്, ആഴത്തിലാണ് ഭഗവാൻ ഇത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കണെന്നുള്ളത് നമ്മൾ ഇതിലൂടെ കടന്നു പോകുമ്പോഴാണ് മനസ്സിലാകണത്. അതായത് അനേക ഉപനിഷത്തുകളിൽ എടുക്കുന്ന ചർച്ച ചെയ്യുന്നൊരു വിഷയത്തെ വെറും കുഞ്ഞു 6 വാക്കുകളിലായിട്ട് ആ സൂത്രത്തിൽ ഗുരു കൺസ്ട്രക്ട് ചെയ്ത് ചമച്ച് സൂത്രിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ ശിഷ്യൻ ബ്രഹ്മത്തെ അറിയുന്നതിന് സഹായകമായ ലക്ഷണം ഉണ്ടോ എന്നും, ഉണ്ടെങ്കിൽ അത് എന്തെന്നുമാണ് ഗുരുവിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഈ ബ്രഹ്മത്തെ എനിക്ക് അറിയണം, പക്ഷെ അങ്ങനെയൊന്നും അറിയാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളത് ഗുരു തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ശിഷ്യൻ നമ്മളെ പോലെ അജ്ഞാനിയാണ്. സാധന ചതുഷ്ടയ സമ്പത്തിയൊക്കെ ഉണ്ടെങ്കിലും അനുഭവം വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് അജ്ഞാനി എന്ന് പറഞ്ഞത്. അപ്പോ ആ ബ്രഹ്മത്തെ അറിയുന്നതിന് സഹായകമായ ലക്ഷണം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് ഗുരുവിൽ നിന്നും അറിയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആത്മാവിനെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന യോഗ്യതയാർന്ന ശിഷ്യനോട് ഗുരു പറയുന്ന ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന ആത്മചൈതന്യം ബ്രഹ്മം തന്നെയാണ്, ഞാനും ബ്രഹ്മം തന്നെയാണെന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴാണ് അടുത്ത സംശയം ചോദിച്ചത്, കിം തസ്യ ലക്ഷണമെന്ന് ചോദിച്ചത്. അപ്പൊ ആദ്യം അവിടെ എഴുതി വെച്ചോണം, കിം ശബ്ദം ഒരു ചോദ്യവാചക ശബ്ദമാണ്, അതൊരു നപുംസകലിംഗ പദമാണ്, ഓർത്തു വയ്ക്കുക. എന്ത് എന്നുള്ള അർത്ഥമാണ് അതിന് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും സത്യത്തെ തിരയേണ്ടത് അവരവരിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും പ്രപഞ്ച രഹസ്യം തേടണം, അതിന്റെ രഹസ്യം തേടണം, ഇതിന്റെ രഹസ്യം തേടണം, അവനെ നന്നാക്കണം, ഇവനെ നന്നാക്കണം എന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്, സത്യം തിരയേണ്ടത് വ്യക്തിഗതമായാണ്. ഓരോരുത്തരും അവരവരിലാണ് സത്യം തിരയേണ്ടത്. കാരണം അവിടെ തെളിഞ്ഞാൽ മാത്രമേ, ആ വെളിച്ചം മാത്രമേ നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ വെളിച്ചം ഉണ്ടെങ്കിലേ പുറത്ത് വെളിച്ചം കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ ഇരുട്ടും വെച്ചുകൊണ്ടൊന്ന് വെളിച്ചം കൊടുക്കാൻ നടക്കുന്നവരെ ഈ ലോകത്ത് നമുക്ക് ഇഷ്ടം പോലെ കാണാം. ഉള്ളിൻ്റെ അകം ഇരുട്ടും കൂരിരുട്ടും രാഗവും ദ്വേഷവും ഒക്കെ വെച്ചിട്ട് അല്പം പോലും കരുണയോ ഒന്നുമില്ലാതെ, ഗുരുവിന്റെ കൃതികൾ എടുക്കുമ്പോൾ പോലും അങ്ങനെ ഇല്ലാതെ ഇത് പുറത്തേക്ക് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. പുറത്തേക്ക് കൊടുക്കാൻ ഇന്നിപ്പോ സത്യം പറഞ്ഞ ഇന്ന് രാവിലെ ചില ഗുരുവിന്റെ കൃതികളിലൂടെയൊക്കെ കടന്നു പോയപ്പോ പഠനം അതെല്ലാം മാറ്റിവെച്ച്, നോക്കലൊക്കെ മാറ്റി വെച്ചിട്ട് കരയലായിരുന്നു. കുറേ സമയം ഇങ്ങനെ കരഞ്ഞു തീർത്തു അത്. കാരണം അവിടുന്ന് രചിച്ചു വെച്ചിരിക്കുന്നത്, അവിടുന്ന് തന്നിരിക്കുന്ന ആ പൂർണ്ണതയെ നമുക്ക് ഉൾക്കൊള്ളാനാവാതെ, അല്ലെങ്കിൽ അത് ഗ്രഹിക്കാനാവാതെ എത്രയോ ജനങ്ങൾ ഇതിൻ്റെ ഒരു അംശത്ത് പോലും എത്താനാവാതെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് വല്ലാതെ ഒരു നമ്മളിൽ തന്നെ
എത്രയോ ആഴത്തിലെത്തുമ്പോഴും പലതും നമുക്ക് തെളിയുവാനായിട്ട് നമ്മൾ വളരെയധികം ഗുരുവിനോട് തന്നെ യാചിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഗുരു നമുക്ക് തന്നിട്ട് ഇത്രയോ വർഷങ്ങളായിട്ടും നമ്മൾ ഇതിനെയൊക്കെ തുടരെ തുടരെ ജിജ്ഞാസയോടുകൂടി അന്വേഷിച്ചാൽ നമുക്ക് ഗുരുവിൻ്റെ കൃതികളുടെ പൊരുൾ തിരഞ്ഞു കിട്ടും, ഒരു സംശയവും ഇല്ല. ഇവിടെ ഗുരു ആത്മനോ ജിജ്ഞാസ, അത് തന്നെ ആലോചിച്ച് നോക്കൂ. ആത്മാവിലാണ് അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് ബ്രഹ്മസൂത്രം തുടങ്ങുമ്പോൾ ഗുരു അതൊന്നും പറഞ്ഞില്ല, ആത്മാവിനിലാണ് തുടക്കം പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ചിരപരിചയമായൊരു വാക്കാണ് ആത്മാവ്. ഒരു വ്യക്തിഗതമായ അന്വേഷണത്തിന്റെ ഭാഗമായി നമ്മൾ തിരയുമ്പോൾ ആത്മാവ് എന്ന പദമാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളോട് ഏറെ അടുത്ത് നിൽക്കുന്ന ഒരു പദമാണ്. അതുകൊണ്ടാണ് ഗുരു ആത്മനോ ജിജ്ഞാസ എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ സമഷ്ടി പ്രപഞ്ചത്തെ നമ്മൾ ആകമേ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്രഹ്മം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സകലതിലെയും ചൈതന്യത്തെ ചേർത്തുകൊണ്ട് നമ്മൾ ബ്രഹ്മം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചിന്തയാണ് നമ്മളിലേക്ക് വരുന്നത് വേദാന്ത സമ്പ്രദായ രീതിയിൽ. പക്ഷെ ഇവിടെ ഗുരു അതല്ല പറഞ്ഞത്, ആത്മനോ ജിജ്ഞാസ എന്ന് പറഞ്ഞ നീ നിന്നെ അറിയൂ, അല്ലേ? മതം ഏതായാലും മനുഷ്യൻ നന്നാകണം. നീ ഏത് മതത്തിൽ ജീവിച്ചോ, ഏത് അഭിപ്രായം നീ സ്വീകരിച്ചോ, പക്ഷെ നീ നന്നാവണം, നീ വെളിച്ചമുള്ളവനാകണം. അപ്പോൾ നിനക്ക് എല്ലാത്തിനും സ്വീകരിക്കാൻ പറ്റും. അതാണ് ഗുരു ഓരോ സമൂഹം നന്നാകണമെങ്കിൽ ഈ സമൂഹത്തിലെ ഓരോ വ്യക്തികളും തെളിയണം എന്നാണ് ഗുരുവിൻ്റെ മെസ്സേജ്. അതുകൊണ്ട് തന്നെയാണ് ആത്മനോ ജിജ്ഞാസ എന്ന് ഗുരു വെച്ചത് തന്നെ. അപ്പൊ പറയണ കിം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത് എന്ത് എന്നുള്ള അർത്ഥമാണ്. തസ്യ എന്ന് പറഞ്ഞാൽ തത്പദസ്യ ഷഷ്ടി വിഭക്തി നമ്മുടെ എഴുതി വെച്ചോളൂ. തസ്യ എന്ന് പറഞ്ഞാൽ അത് നപുംസകലിംഗ ശബ്ദം തന്നെയാണ്, പുല്ലിംഗം പോലെയാണ് രൂപമെങ്കിലും ബ്രഹ്മശബ്ദത്തിന്റെ കുറിക്കാൻ ഉപയോഗിച്ച ഒരു സർവനാമ ശബ്ദമാണ് തസ്യ എന്നുള്ളത്. അതിൻ്റെ എന്നുവെച്ചാൽ ബ്രഹ്മത്തിന്റെ ഷഷ്ടി വിഭക്തിയാണ്, ബ്രഹ്മവാചിയാണ് തത്പദം എന്ന് വെറുതെ എഴുതി വെക്കുക. ഇനി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം മറ്റൊന്നാണ്, ബ്രഹ്മത്തിന് ലക്ഷണമുണ്ടോ? അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ബ്രഹ്മത്തിന് ലക്ഷണമുണ്ടോ? ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ലക്ഷണം, അല്ലേ? ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ ലക്ഷണമുള്ള, അപ്പൊ അതൊരു രൂപം തന്നെയാണ്. ലക്ഷണമുള്ളത് നാശമുള്ളതാണ്. ലക്ഷണം ഒരു അടയാളമാണെങ്കിൽ, ഒരാളുടെ ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു അടയാളമാണെങ്കിൽ ആ അടയാളമുള്ളത് അല്ലെങ്കിൽ ലക്ഷണമുള്ളത് നാശമുള്ളതാണ്. അപ്പോൾ ബ്രഹ്മത്തിന് ലക്ഷണമുണ്ടോ? അത് ചിന്തിക്കണം. ആത്മവിലാസം എന്ന കൃതിയിൽ ഗുരു എന്ത് ലക്ഷണമാണ് ബ്രഹ്മത്തിന് പറഞ്ഞു തന്നത്? ദൈവം അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവ് എന്നൊക്കെ വിളിക്കുന്ന ആ ദൈവത്തിന് ഗുരു എന്ത് ലക്ഷണമാണ് ആത്മവിലാസത്തിൽ പറഞ്ഞു തന്നെ? ദൈവം കണ്ണില്ലാതെ കാണുകയും മൂക്കില്ലാതെ മണക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും നാവില്ലാതെ രുചിക്കുകയും ചെവിയില്ലാതെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെ, ചിത് സ്വരൂപനാണ്, ബോധസ്വരൂപനാണെന്നാണ് പറഞ്ഞത്. അതിനെവിടുന്ന ലക്ഷണം പറയാൻ പറ്റുക? ലക്ഷണം പറയാനായിട്ട് പറ്റില്ല. ഇനിയിപ്പോ പറയാണ് അതും ഒരു ഉപനിഷത്ത് തത്വം തന്നെയാണ്. ഗുരു ആ ഉപനിഷത്ത് തത്വത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതിനാണ് ഈ സൂത്രം ഇങ്ങനെ എടുത്തു വെച്ചത്. അതായത് എൻ മനസാന്ന മനുതേ ഏനാഹുർ മനോമതം. ലക്ഷണം പറയണമുള്ളവന് ചിന്തിച്ച് ഇന്നൊക്കെ ലക്ഷണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളവാണ്, അത് അസത്യമാണ്, അത് ഇല്ലാത്തതാണ്. ലക്ഷണം പറയാൻ പറ്റില്ല. കാരണം പറയാണ് യത് മനസാന്ന മനുതേ, യാതൊന്നിനെയാണോ മനസ്സുകൊണ്ട് മനനം ചെയ്യുന്നത്, മനസ്സുകൊണ്ട് മനനം ചെയ്യാനാവാത്തത് എന്നാ മനുതേ എന്നാ പറഞ്ഞ. യാതൊന്നിനെയാണോ മനസ്സുകൊണ്ട് മനനം ചെയ്യാനാവാത്തത്, പക്ഷേ ഏന മനോമതം, മനസ്സുകൊണ്ട് ചിന്തിക്കാനാവില്ല. നമുക്കൊരു ബ്രഹ്മത്തിനെ മനസ്സുകൊണ്ട് ചിന്തിക്കാനാവില്ല. പക്ഷേ മനസ്സിനെ ചിന്തിപ്പിക്കുന്നത് ഇവനാണ്. മനസ്സിന് ചിന്ത ചെയ്യണമെങ്കിൽ ഈ ചൈതന്യം വേണം നടത്തും. അപ്പൊ പിന്നെ ആ ചൈതന്യത്തെ എങ്ങനെ മനസ്സുകൊണ്ട് അറിയാൻ പറ്റുക? മനസ്സ് കളയണ്ടേ നമ്മള്? വെറുതെ ഇത്തിരി ആഴത്തിൽ ചിന്തിക്കണം കേട്ടോ. നമ്മളിലേക്ക് ചിന്തിച്ചാൽ മതി. നമ്മുടെ മനസ്സ് കളഞ്ഞാൽ മാത്രമേ, മനസ്സ് സങ്കല്പങ്ങളും വികല്പങ്ങളും ഇടുമ്പോൾ മാത്രമേ അവിടെ ചൈതന്യം തെളിയുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞ മനസ്സാന്ന മനുതേ, മനസ്കേനോപനിഷത്ത്. മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഏന ആകൂർ മനോമതം, മനസ്സിനെ കൊണ്ട് മനനം ചെയ്യിപ്പിക്കുന്നത് ഇവനാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചക്ഷുഷാന്ന് പശ്യതി, യാതൊന്നിനെ ചക്ഷുസ് കൊണ്ട് കാണാൻ പറ്റില്ല.
പക്ഷെ ഏന ചക്ഷുംഷി പശ്യതി, ഇവനെ കൊണ്ട് കണ്ണുകൾ കാണുന്നു. ഇപ്പൊ ഈ കണ്ണുകൊണ്ടൊന്നും അറിയാൻ പറ്റില്ല. കണ്ണിനെ കാണിക്കുന്ന പോലും അവരാ. ഇപ്പൊ കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും ഒന്നും അവിടെ വിഷയമല്ല. കണ്ണിന് കാഴ്ച കണ്ണിനെ കൊണ്ട് ആ ചൈതന്യം എടുക്കുന്നത് അവന്റെ ചൈതന്യമാണ്, അല്ലേ? അങ്ങനെ ഓരോന്നും, അല്ലേ? ഏത് ശ്രോത്രേണെന്ന ശ്രുതം, ചെവി കൊണ്ട് ഇതിനെ കേൾക്കാൻ പറ്റില്ല. ഏന ശ്രോത്രാണി ശ്രുതം, ഇവനെ കൊണ്ട് ചെവി ശബ്ദം എടുക്കുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റാത്ത ഒന്നിന് എങ്ങനെയാണ് ലക്ഷണം പറയാൻ സാധിക്കുക? ഇനി ആരെങ്കിലും ക്ലാസ്സൊക്കെ കേട്ടിട്ട് എനിക്ക് ബ്രഹ്മത്തിനെ കിട്ടി, എനിക്ക് ബ്രഹ്മത്തിന്റെ ലക്ഷണമൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞാലോ, യസ്യ മതം തസ്യ അമതം, ആരിതിനെ പിടികിട്ടി മനസ്സിലായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഉപനിഷത്ത് പറയാ തസ്യ അമതം, അവനിത് പിടികിട്ടിയിട്ടില്ല. ആരെനിക്കിത് മനസ്സിലായി, ആത്മാവിനെ കുറിച്ച് എനിക്ക് ആത്മാവിനെ മനസ്സിലായി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൻ മനസ്സിലാക്കിയിട്ടില്ല. തസ്യ അമതം. ഇനി മതം, യസ്യ എന്ന മതം, ആരെനിക്കിതിനെ പിടികിട്ടുന്നില്ലല്ലോ ഗുരു, യസ്യ എന്ന മതം, എനിക്ക് ഈ ആത്മാവിനെ പിടികിട്ടുന്നില്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ സവേദ, അവൻ അറിഞ്ഞിട്ടുണ്ട്, അവനതിനെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോ കാരണം ഗുരു തന്നെ അതിനകത്ത് പറഞ്ഞു, നവാദിതൻ വിഷയിതാവാസമറ്റ ഭവദാവാസം ആകെ വിലസം ദ്യോവാണ്, അതിൻ്റെ മഹിമാവാരറിഞ്ഞു ജനനീ വാഴ്ത്തുവാനുമരുതേ. ഇതാ എന്നെ ഇന്ന് രാവിലെ കരയിപ്പിച്ചത്. ഗുരു എന്ന ആ പരമ ചൈതന്യം എത്രയോ ഒരു സ്വരൂപം, ജ്ഞാനസ്വരൂപനായിട്ട്, ജ്ഞാനം തന്നെയായിട്ടാണ് ഗുരു ഇരിക്കുന്നത്. അതാ പറയുന്നത്, നാവാദികൾക്ക് വിഷയമാവാത്ത, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാനാവാത്ത ദേവി അങ്ങയുടെ അവിടുത്തെ ആവാസം ആകവിലസം ദ്യോവാണെന്ന് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. അതിന്റെ മഹിമാവ് ആരറിഞ്ഞു? ജനനി വാഴ്ത്തുവാനും അരുതേന്ന ഗുരു പറയുന്നത്, അല്ലേ? അറിയാൻ പറ്റാനും ബുദ്ധി കൊണ്ട് മനസ്സുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് പരമ ചൈതന്യ സ്വരൂപനായി പരമസത്യത്തെ സാക്ഷാത്കരിച്ച് പരമ്പൊരുളായിരുന്നു കൊണ്ടാണ് ആ സ്വത്വത്തിൽ നിന്ന് ഒഴുകി 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 വന്ന അമൃതവാണികള് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അതിനെ നമ്മള് കാക്കപ്പൊന്നെന്ന് കരുതി മാറ്റിവെക്കല്ലേ. ജന്മാന്തരങ്ങൾ കഴിഞ്ഞാലും നമ്മളത് എടുക്കാൻ വരും. അതുകൊണ്ട് അതിൽ നിന്ന് സ്വാംശീകരിക്കാവുന്ന അമൃതത്തെ നമ്മൾ സ്വാംശീകരിക്കാനായിട്ട് ശ്രമിക്കണം. പറഞ്ഞു വന്നത്, ബുദ്ധി കൊണ്ടറിയാനാവാത്ത ഒന്നിനെ ലക്ഷണം പറയാനാവില്ല എന്നറിയണം. കിംതസ്യ ലക്ഷണം എന്ന് ശിഷ്യൻ ചോദിക്കുമ്പോൾ പറയുന്നു. അവിടെ ഗുരു അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട്. അടുത്ത സൂത്രത്തിൽ അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട്. അവിടെ നമുക്ക് അതിനെക്കുറിച്ച്, സ്വരൂപത്തെക്കുറിച്ച് പറയാം. ഇപ്പോൾ ഇതിന്റെ ലക്ഷണം എന്ത് എന്ന് ചോദിച്ചതിനെ കുറിച്ച് ഇതിന് ലക്ഷണം പറയാനാവില്ല എന്ന് ഗുരു തന്നെ പറഞ്ഞ വാക്കുകളിലൂടെ നമുക്ക് കടന്നു പോവാം. അത് ഉപനിഷത്ത് ഋഷിമാര് പറഞ്ഞു തന്ന വാക്കുകളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകാം. അപ്പോൾ ബുദ്ധി കൊണ്ടും കണ്ണുകൾക്കും കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഒന്നും നമുക്കിതിനെ അറിയാൻ സാധ്യമല്ല. കണ്ണിന് കണ്ണായ ആ പൊരുളിനെ അറിയാൻ കണ്ണുകൾ 5 ഉള്ളടക്കണം എന്ന് ഗുരു പറഞ്ഞു തന്നു, അല്ലെ? കണ്ണുകൾ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളാണ്. ഈ കണ്ണിനും പൊരുളായ ആ കൺമണിയെ, ആ പരമ്പൊരുളിനെ അറിയണമെങ്കിൽ കണ്ണുകൾ 5 ഉള്ളടക്കണം, ഇന്ദ്രിയങ്ങൾ ഉപശമിക്കണം എന്നർത്ഥം. ഗുരു ഇതിനെ പറയാൻ ശ്രമിച്ചതാണ്. വാക്കുകൾക്കൊന്നും പോരാ. എന്നിട്ടും ഗുരു പറയുന്നുണ്ട്, അനുഭവിയാതറിവിയില്ല എന്ന് പറഞ്ഞു തരുമ്പോഴും ഏതെങ്കിലൊക്കെ ഭൗതികത്തിലെ വാക്കുകൾ എടുത്തു വെച്ച് കരുണയോടെ ഗുരു നമുക്കിത് പറഞ്ഞു തന്ന എന്തിനാന്ന് വെച്ചാല്, ഇത് പറയാൻ ആ മരുത്വാമലയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്നത് എന്തിനാന്ന് വെച്ചാല്, ആ ജ്ഞാനത്തിന്റെ വെളിച്ചം വീശി മനസ്സുകള് ഒന്ന് ജന്മത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടാ. ജന്മമരണ പെരുങ്കടലിൽ നിന്ന് രക്ഷപ്പെടട്ടെ, ഒന്ന് ചിന്ത ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഗുരു ഇറങ്ങി വന്ന് നമുക്കിത് പറഞ്ഞു തരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആശാൻ പറഞ്ഞത്, ആരായുകിൽ അന്ധത്വമൊഴിച്ചാതിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം.
വേറെ ആരെയും നമ്മൾ വിളിക്കുക? അങ്ങനെ ഇരുട്ട് മാറ്റുന്നവനല്ലേ ഗുരു. അങ്ങനെയെങ്കിൽ വേറെ ബ്രഹ്മത്തിന്റെ സ്വരൂപ ലക്ഷണം ആ പറയാം ജി. ഞാൻ അതിലേക്കാ വരുന്നത് സുനിജി, അതിലേക്ക് വരുന്നു. അപ്പോൾ സ്വരൂപ ലക്ഷണവും പറയാം, തടസ്ഥ ലക്ഷണവും ഒക്കെ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പോൾ അത് നല്ല ചോദ്യമാണ് സുനിജി ചോദിച്ചിരിക്കുന്നത്. കാരണം ജിജ്ഞാസ ഉണ്ട്. നമുക്ക് ലക്ഷണങ്ങൾ ഒത്തിരി തന്നിട്ടുണ്ട്. അതെന്താ ഇപ്പൊ വരും എന്ന് ചോദിച്ചിട്ട് ക്ഷമയില്ലാതെ സുനിജി കയറി ചോദിച്ചതാണ്. കാരണം ഒത്തിരി ജിജ്ഞാസയുള്ള ആളാണ്, എനിക്കറിയാം. അപ്പൊ നമ്മൾ പറഞ്ഞത് കടുത്ത ജീവിത ദുഃഖങ്ങളിലും ഇരുട്ടിലും നമ്മുടെ ഉള്ളിലിരുന്ന് പ്രകാശിക്കുന്ന ആത്മചൈതന്യം ആനന്ദ സ്വരൂപമാണെന്നും അത് നമുക്ക് വെളിച്ചം വീശിക്കൊണ്ട് ഉണ്ട് എന്നുള്ളൊരു ബോധമുണ്ടല്ലോ, അത് നമുക്കുണ്ടാവണം. അപ്പൊ നമുക്ക് ഏത് ദുഃഖം, ശാരീരികമായോ മാനസികമായോ സാമൂഹികമായോ കുടുംബപരമായോ എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും നമ്മളെ ഇരുന്ന് തെളിയിക്കുന്ന ഒരു വെളിച്ചം ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. അതിലൂടെ നമ്മൾ സഞ്ചരിക്കണം എന്നർത്ഥം. അപ്പോൾ അങ്ങനെ നമുക്കതിനെ പരിചയപ്പെടുത്തി തരുന്നതിന് വേണ്ടി തന്നെയാണ് ഗുരു ഈ വാക്കുകളൊക്കെ എടുത്ത് പറയുന്നത്. പാൽപ്പായസത്തിന് നല്ല മധുരമാണെന്ന് കുടിച്ച ഒരാൾ പറയുമ്പോൾ അത് എത്രത്തോളം നമുക്ക് മനസ്സിലാവും. അത് കുടിച്ചു കഴിഞ്ഞതിന് മാത്രമേ അതിൻ്റെ അനുഭവം കിട്ടുള്ളൂ. അതുപോലെ ഇതൊക്കെയാണ് കേട്ടോ സത്യം, ഇതൊക്കെയാണ് കേട്ടോ എന്ന് പറയുമ്പോഴും ഒരു വിളക്ക് മാത്രമാണ് ഗുരുവിൻ്റെ ദർശനം. ഗുരു നമുക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ ആ വിളക്കിന്റെ വെളിച്ചത്തിൽ സഞ്ചരിച്ച് ഓരോരുത്തരും അവരവരിലേക്ക് തെളിയിച്ചെടുക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ അറിയേണ്ടത്. അതിന് നമ്മൾ നേതി പ്രക്രിയയും ഇതി പ്രക്രിയയും ഇപ്പൊ ഇവിടെ സുനിജി പറഞ്ഞ ആ ഒരു ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ രണ്ട് രീതിയിലും നമ്മൾ ബ്രഹ്മത്തിനെ പരിചയപ്പെടുത്തി തരാറുണ്ട്. ഒന്ന് നേതി പ്രക്രിയയിലൂടെയും ഒന്ന് ഇതി പ്രക്രിയയിലൂടെയും, അല്ലെ? അതായത് ഇതല്ല 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 ബ്രഹ്മം, ഇതല്ല ബ്രഹ്മം, ഇത് നശിച്ചു പോകുന്നതാണ്, ഇതല്ല ബ്രഹ്മം, ഇത് നാശമുള്ളതാണ് എന്നിങ്ങനെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പ്രാണനെയും ബുദ്ധിയെയും ഈ പ്രാപഞ്ചികമായ സകലതിനെയും ഒക്കെ അടക്കി അടക്കാനാവാത്ത ഒരു സത്യത്തെ നമുക്ക് ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത്, അല്ലെ? അങ്ങനെ നേതി പ്രക്രിയയിലൂടെ വരാം. അതാണ് ഗുരു നമുക്ക് ദൈവദശകത്തിൽ ഏത് ശ്ലോകത്തിലാ സുനിജി നമുക്കത് പറഞ്ഞു തന്നേക്കണേ? നേതി പ്രക്രിയയിലൂടെ ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞു തന്നേക്കുന്ന ശ്ലോകം. അതെ, അത് തന്നെ, അല്ലെ? ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം, അല്ലെ? ആ ഭാഗത്ത് എടുക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. ഇപ്പുറത്ത് പറയുന്നുണ്ട്, ദൈവദശകത്തിന്റെ ബേസ് നമുക്കിവിടെ പറയണം. അതാണ് നേതി. അതെ, അതെ, അത് നമുക്ക് അടുത്ത തജ്ജ്യോതിയിൽ പറയാം. നമുക്ക് അടുത്ത സൂത്ര അതാണല്ലോ, അവിടെ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് നേതി പ്രക്രിയയും ഇതി പ്രക്രിയയാണ്. ഇതല്ല 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 എന്ന് പറയാണ്. എന്നിട്ട് ആ നിഷേധിക്കാനാവാത്ത ആ ഉണ്മയെ സത്യം എന്ന് പറയുകയാണ്, പരിചയപ്പെടുത്തി തരുന്നു. അടുത്ത ഇതി പ്രക്രിയയാണ്. ഇതാണ് ബ്രഹ്മം. അതായത് നമ്മൾ പറഞ്ഞില്ലേ, അദൃശ്യം, അവ്യവഹാര്യം, അഗ്രാഹ്യം, ഏകാത്മപ്രത്യയസാരം, പ്രപഞ്ചോപശമം, ശിവം, അദ്വൈതം, ചതുർത്ഥം, മന്യന്തേ സ ആത്മ. അതൊരു തടസ്ഥ ലക്ഷണമാണ്. ശരിക്കും അത് സ്വരൂപത്തിന്റെ ലക്ഷണമല്ല. സ്വരൂപത്തിന്റെ ലക്ഷണം പറയുന്നത് നമ്മൾ സച്ചിദാനന്ദം, അതൊക്കെ നീ സത്യജ്ഞാനം, ആനന്ദം, അത് നമുക്ക് വഴിയെ പറയാം. അപ്പൊ ഇവിടെ മാണ്ഡൂക്യോപനിഷത്ത് പറയുകയാണ്, അദൃശ്യമാണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അവ്യവഹാര്യം, വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. അഗ്രാഹ്യം, ബുദ്ധിക്ക് എടുക്കാൻ പറ്റില്ല. അചിന്യം, ബുദ്ധിക്ക് ചിന്ത ചെയ്യാൻ പറ്റില്ല, മനസ്സിന് ഗ്രഹിക്കാൻ പറ്റില്ല. ഏകാത്മപ്രത്യയസാരം, പ്രപഞ്ചോപശമം, പ്രപഞ്ചം ഇല്ലാതായാൽ മാത്രം നമുക്ക് മനസ്സിലാകുന്നതാണ്. അങ്ങനെയുള്ള നാലാമത്തെ അവസ്ഥയാണിതെന്നൊക്കെ പറഞ്ഞ് ചില വാക്കുകളിലൂടെയൊക്കെ നമുക്ക് ബ്രഹ്മത്തെ പരിചയപ്പെടുത്തി തരാൻ ശ്രമിക്കുന്നുണ്ട്. നേതി പ്രക്രിയയിലൂടെയും ഇതി പ്രക്രിയയിലൂടെയും ഇതാണ് ബ്രഹ്മമെന്നും ഇതല്ല ബ്രഹ്മമെന്നും എന്നുള്ള രീതിയിൽ നമുക്ക് രണ്ട് രീതിയിൽ ബ്രഹ്മത്തെ പറഞ്ഞു തരുന്നുണ്ട്. സുനിജി ചോദിച്ച പോലെ ബ്രഹ്മത്തിന്റെ ശ്രുതി പ്രസിദ്ധമായ സ്വരൂപ ലക്ഷണമാണ് സച്ചിദാനന്ദം ബ്രഹ്മ എന്നുള്ളത്.
അത് സ്വരൂപത്തോട് ചേർന്ന് നിൽക്കുന്ന ലക്ഷണമാണ്. സത്ത്, ചിത്ത്, ആനന്ദം. സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മയാണ്. എല്ലാത്തിലും ഉണ്ടാവും ഉണ്മ. ഒരു മൺതരിയിൽ പോലും ഉണ്ടാവും ഉണ്മ. ആ ഉണ്മ സ്പന്ദിക്കുന്നുണ്ട്. ചിത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മ അറിയണമെങ്കിൽ ഒരു ബോധം വേണം. ബോധത്തിന് മാത്രമേ ഉണ്മയെ അറിയാൻ സാധിക്കുള്ളൂ. ചിത്ത്. അടുത്ത ആനന്ദം. സത്തും ചിത്തും ചേരുമ്പോഴാണ് നമ്മളിൽ ബോധം സ്പന്ദിക്കുന്നതാണ് ആനന്ദം എന്ന് പറയുന്നത്. ആ ആനന്ദമാണ് നമ്മൾ ദുഃഖമായിട്ട് നാം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ദുഃഖത്തിന്റെ ശരിയായ അവസ്ഥ ആനന്ദമാണ്. പക്ഷെ നമ്മളത് മനസ്സിന്റെ വാസനാതലം കൂടുമ്പോഴാണ് നമ്മൾ അതിനെ ദുഃഖമാക്കി കൊണ്ട് കിടക്കുന്നത്. അപ്പോൾ ബ്രഹ്മത്തിന്റെ സ്വരൂപ ലക്ഷണമാണ് സച്ചിദാനന്ദം ബ്രഹ്മ എന്ന് ഉപനിഷത്ത് പറയുന്നു. പിന്നെ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് ഉപനിഷത്ത് പറയുന്നു. പിന്നെ വിജ്ഞാനമാനന്ദം ബ്രഹ്മ എന്ന് ഉപനിഷത്ത് പറയുന്നു. ഇതൊക്കെ ബ്രഹ്മത്തിന് പറയുന്ന സ്വരൂപ ലക്ഷണങ്ങളാണ് ഉപനിഷത്ത് ഋഷിമാര്. ഇനി മറ്റൊരു രീതിയിൽ അത് തന്നെ അടുത്തത് പറയുന്നു, യഥോ വാ ഇമാനി ഭൂതാനി ജായന്തി ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തദ് ബ്രഹ്മ തത് വിജിജ്ഞാസസ്വ എന്ന് മാണ്ഡവ്യം പറയേണ്ടത് തടസ്ഥ ലക്ഷണമാണ്. തടസ്ഥ ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ തുളസിരഞ്ജിയുടെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ അങ്ങ് വെങ്ങാനൂര് ആ ഒരു അമ്പലത്തിന്റെ അടുത്താന്ന് പറയുമ്പോൾ അമ്പലം അല്ലല്ലോ വീട്. വീടിന്റെ അടുത്തുള്ള ഒരു ലക്ഷണം പറഞ്ഞെന്നുള്ള അമ്പലം അല്ലേ? അപ്പൊ അങ്ങനെ സമീപത്തുള്ള ഒരു ലക്ഷണം പറയുന്നതാണ് ഇത്തരത്തിലുള്ള ലക്ഷണം. യഥോ വാ ഇമാനി ഭൂതാനി ജായന്തേ. യാതൊന്നിൽ നിന്നാണോ യാതൊന്നിൽ നിന്നാണോ ഇമാനി കാണുന്ന ഭൂതാനി ജീവജാലങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ബ്രഹ്മത്തെ പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. ഏന ജാതാനി ജീവന്തി. യാതൊന്നുകൊണ്ടാണോ ജാതാനി ഉണ്ടായവ നിലനിൽക്കുന്നത്. യത് പ്രയന്തി അഭിസംവിശന്തി. ഇത് അവസാനം ചെന്ന് എന്തിലേക്ക് ലയിക്കുന്നുവോ തത് ബ്രഹ്മ. അതാണ് ബ്രഹ്മം. അതിനെ നീ കണ്ടോ. എന്നിട്ടും അതാണ് ബ്രഹ്മം എന്ന് പറയുമ്പോഴും ഒരേ മന്ത്രം തന്നെ പല ഉപനിഷത്തുകളിലും ഉണ്ട് കേട്ടോ. ഇപ്പോ നമ്മൾ പറയാറില്ലേ, സൂര്യന്റെ പറയാറില്ലേ, തസ്യ ഭാസ സർവമിതം വിഭാതി. അത് 1, 2, 3 ഉപനിഷത്തുകളിൽ ആ മന്ത്രം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരേ മന്ത്രം തന്നെ പല ഉപനിഷത്തുകളിലും ഉപയോഗിച്ചിട്ടുണ്ട് ആ മന്ത്രം. അപ്പൊ ഇത് ഏത് ഉപനിഷത്തിലാണെന്ന് പറഞ്ഞത്? എന്റെ ഉള്ളിൽ ഇപ്പോ ഓക്കെ. അപ്പോ യഥോ വാ ഇമാനി ഭൂതാനി ജായന്തി. ഇതൊക്കെ ബ്രഹ്മത്തിന്റെ തടസ്ഥ ലക്ഷണമാണ്. ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് ലക്ഷണം പറയാറുണ്ട് ബ്രഹ്മത്തിന്. അപ്പോ അതായത് മനോവാക് ഇന്ദ്രിയ അഗോചരമായ ഒന്നിന് ഇങ്ങനെയല്ലാതെ ലക്ഷണം പറയാൻ സാധ്യമല്ല എന്നാണ് നമ്മൾ അറിയേണ്ടത്. അതുപോലെ തന്നെ ദർശനമാല എടുക്കുക. ദർശനമാല കയ്യിലുള്ളവർ ദർശനമാലയിലെ ജ്ഞാന ദർശനത്തിലെ 6, 7, 8 ശ്ലോകം എടുത്തോളൂ. 6, 7, 8 ശ്ലോകങ്ങൾ. ബാഹ്യപ്രമാണങ്ങൾ കൊണ്ട് ആത്മാവിനെ അറിയാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അവിടെ. 6, 7, 8 അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചൊല്ലാമോ? 6ാമത്തെ മന്ത്രവും. സാന്നിധ്യാദേവ സർവം ആസദേ സ്വയമേവ പ്രത്യക്ഷജ്ഞാനമിതി ച പരോക്ഷമിതി ലക്ഷ്യത്തെ. 7ാമത്തെ ദയാനുസാധകം സാധ്യം നീയതേ ജ്ഞാനരൂപയ പ്രത്യാസാനുമിതി സാഹചര്യ സംസ്കാരജന്യയാ ഗത്വാ സമീപം മേയസ്യ നീയതേ ശ്രുതലക്ഷണഃ യയാ സംവിത് സോപമിതേർമൃഗയോ അയമിതി രൂപയാ. നോക്കൂ, ഇതൊക്കെ ഗുരു ഈ സൂത്രത്തിന്റെ ഈ കിം തസ്യ ലക്ഷണം എന്ന ഒരു സൂത്രം ഇവിടെ നമുക്ക് തരുമ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരം ഗുരു തന്നെ, ഗുരുവിന്റെ കൃതികൾ നമ്മൾ പറഞ്ഞു. ഇതിന്റെ വ്യാഖ്യാനം ഗുരുവിന്റെ കൃതികളിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. വേറെ എങ്ങും തേടി പോകണ്ട. ഇപ്പൊ പറഞ്ഞല്ലോ 6, 7, 8 മന്ത്രങ്ങളിലൂടെ പറഞ്ഞത് ബാഹ്യ പ്രമാണങ്ങൾ കൊണ്ട് ഒന്നും ആത്മാവിനെ അറിയാൻ പറ്റില്ല. ബാഹ്യമായ പ്രമാണങ്ങൾ കൊണ്ട്, പ്രത്യക്ഷ ജ്ഞാനം കൊണ്ടോ അനുമിതി ജ്ഞാനം കൊണ്ടോ ഉപമിതി ജ്ഞാനങ്ങൾ കൊണ്ടോ ഒന്നും
ഈ പ്രമാണങ്ങൾ കൊണ്ടൊന്നും നമുക്ക് ആത്മാവിനെ അറിയാൻ പറ്റില്ല. പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യം ജ്ഞാനം പ്രത്യക്ഷം എന്ന് പറയും. ഇന്ദ്രിയം ഒരു വിഷയവുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന അറിവിനെയാണ് പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറയുക. അപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നതോ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എടുക്കുന്ന ജ്ഞാനത്തിനെയാണ് പ്രത്യക്ഷ ജ്ഞാനം. ആ പ്രത്യക്ഷ ജ്ഞാനം ഉള്ളവർക്ക് മാത്രമേ അനുമിതി ജ്ഞാനം പറ്റുള്ളൂ. ഇപ്പൊ എൻ്റെ മുഖം ആരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നു പെട്ടാലും നിങ്ങൾക്ക് എന്നെ മനസ്സിലാവില്ല. എൻ്റെ ശബ്ദമെങ്കിലും കേൾക്കണം. കാരണം കണ്ടിട്ടുള്ള ഒന്നിനെ മാത്രമേ പിന്നീട് അതിനെ അനുമതി കൊണ്ട് അനുമാനം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആത്മാവിനെ പ്രത്യക്ഷത്തിൽ ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രത്യക്ഷജ്ഞാനവും ഇല്ല, പറയാൻ പറ്റില്ല. ഇനി പ്രത്യക്ഷത്തിൽ കണ്ടതിനെ മാത്രമേ അനുമിച്ചെടുക്കാൻ പറ്റുള്ളൂ, ഇത് ആ ആള് തന്നെ ആയിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ അനുമാനവും പറ്റില്ല. പ്രത്യക്ഷ പ്രമാണം ഇല്ലാത്തതുകൊണ്ട് അനുമാനവും പറ്റില്ല. ഇനി ഉപമാനം എന്ന് പറഞ്ഞാൽ സാദൃശ്യപ്പെടുത്തി പറയുക, ഉപമിതി. അപ്പൊ എന്നെ കാണുമ്പോ ഇതുപോലെ തന്നെ ഒരാൾ അവിടെ കണ്ടു, ഇത് തന്നെ ഞാനാണോ? ഒരു പശുവിന്റെ രൂപമുള്ള ഒരാളെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. പശുവിനെ കാട്ടിൽ ചെല്ലുമ്പോൾ കാണുമ്പോൾ ഇത് ആ പശുവാണ് എന്ന് പറയാം. കാരണം ഈ കണ്ടതിന്റെ ജ്ഞാനം സാദൃശ്യപ്പെടുത്തി പറയുകയാണ് ഉപമിതി. അനുമാനം എന്ന് പറഞ്ഞിപ്പോ തീ കത്തുമ്പോൾ പുക വരും, അപ്പൊ പറയുകയാണ് ഇത് അവിടെ പുകയുണ്ട്, തീ ഉണ്ടാകും കേട്ടോ എന്ന് പറയാണ് അനുമതി. ഉപമിതിയും ഇതുപോലെ തന്നെ ഒരു വസ്തുവിനെ സാദൃശ്യപ്പെടുത്തി പറയുകയാണ്. അപ്പൊ ബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം എന്തിനാ ഗുരു ആ 3 ശ്ലോകങ്ങൾ അവിടെ ചേർത്ത് വെച്ചത്? നമ്മൾ വസ്തുക്കളെ അറിയുന്നതിന് ഏറ്റവും വലിയ കാര്യമായിട്ട് വെച്ചിരിക്കുന്ന പ്രമാണങ്ങളാണ്. ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ബാഹ്യ വസ്തുക്കളെ അറിയുന്നത്. പക്ഷെ ആ ബാഹ്യ വസ്തുക്കളുടെ ലക്ഷണങ്ങൾ കൊണ്ടോ ഈ ബാഹ്യ പ്രമാണങ്ങൾ കൊണ്ടോ ഒന്നും ആത്മാവിനെ അറിയാൻ സാധ്യമല്ല എന്ന് ഉറപ്പിച്ച് പറയുക ഗുരു. ഇനി അത് നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കണം. 6, 7, 8 ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദ്യം ചോദിക്കും. അതിൻ്റെ ആ പദ്യം ചൊല്ലാൻ പഠിക്കുക, അതിൻ്റെ അന്വയം പഠിക്കുക, അതിൻ്റെ ആശയമെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. 6, 7, 8. ഇനി അടുത്തത് ജ്ഞാനദർശനത്തിൽ 6, 7, 8. കാരണം ബാഹ്യ പ്രമാണങ്ങൾ കൊണ്ട് ആത്മാവിനെ അറിയാൻ പറ്റില്ല എന്ന് ഗുരു തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്തതിൽ ഗുരു ഇത് പറഞ്ഞിരിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ ശ്ലോകത്രയി എന്ന് എഴുതുക. ഗുരുവിന്റെ കൃതി ഒന്ന് പരിചയപ്പെടുമെങ്കിലും ചെയ്യാമല്ലോ നമുക്ക്. ശ്ലോകത്രയി. ശ്ലോകത്രയി. അതിൽ ആദ്യത്തെ ശ്ലോകം എങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അസ്തി ധർമ്മീത്യനുമിതിഹി കഥം ഭവതി വാഗബി അസന്യകൃഷ്ടത്വാദസ്മിൻ പ്രത്യക്ഷമനുമാനവത്. ഗുരു പറഞ്ഞേക്ക. കിം തസ്യ ലക്ഷണം എന്ന് ഈശ്വരൻ ചോദിക്കുമ്പോൾ ഇവിടെ ലക്ഷണം പറയാനാവില്ല എന്ന് ഗുരു എത്രയോ പ്രമാണങ്ങൾ നിരത്തി. ഭാരതീയ ന്യായശാസ്ത്രത്തിന്റെ തർക്കശാസ്ത്രത്തിന്റെ എല്ലാം ആ പ്രമാണശാസ്ത്രങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഗുരു ബ്രഹ്മത്തിന് ലക്ഷണം പറയാനാവില്ല എന്ന് പറയുക. അസ്തി ധർമ്മി ഇതി അനുമിതിഹി കഥം ഭവതി വാഗബി. ധർമ്മി എന്ന് പറഞ്ഞ ആത്മാവാണ്. ധർമ്മം എന്ന് പറഞ്ഞ ആത്മാവിന്റെ പ്രകടനങ്ങളായ ഈ പ്രപഞ്ചത്തെ ആണ് ധർമ്മം എന്ന് പറയുക. നമ്മൾ ധർമ്മമാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം ധർമ്മിയാണ്. ഇപ്പൊ നമ്മൾ ഈ ലോകത്ത് ധർമ്മത്തെ മാത്രമേ കാണുന്നുള്ളൂ. ധർമ്മിയെ നമുക്ക് ആർക്കും കണ്ടിട്ടില്ല. അപ്പോ ഗുരു ചോദിക്കുക, ധർമ്മി അസ്തി ഇതി അനുമിതിഹി. ധർമ്മി ഉണ്ടെന്നുള്ള അനുമാനം അനുമിച്ച് പറയാൻ പറ്റുമോ? വേറെ മുമ്പ് കണ്ടിട്ടില്ല. കഥം ഭവതി എങ്ങനെ ഉണ്ടാവും? വാഗബി ശബ്ദപ്രമാണം കൊണ്ട്. വാക്കെന്ന് പറഞ്ഞാൽ ശബ്ദപ്രമാണം കൊണ്ട് പറയാൻ പറ്റില്ല ഈ ആത്മാവ് ധർമ്മി ഉണ്ടെന്ന്. കാരണം അസന്നികൃഷ്ടത്വാദ് ഇന്ദ്രിയാർത്ഥ സന്നികൃഷ്ടജന്യം അല്ലാത്തത് കൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് സന്നികൃഷ്ടം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുക. അസന്നികൃഷ്ടത്വാദെന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റാത്തത് കൊണ്ട്, ഇന്ദ്രിയവേദ്യമല്ലാത്തത് കൊണ്ട് അസ്മിൻ ഈ ധർമ്മിയിൽ പ്രത്യക്ഷ പ്രമാണവും പ്രത്യക്ഷം പോലെ തന്നെ അനുമാന പ്രമാണവും യോജിക്കുകയില്ല. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റാത്തത് കൊണ്ട് ഈ ധർമ്മിയെ പ്രത്യക്ഷം എന്നതുപോലെ തന്നെ അനുമാന പ്രമാണം കൊണ്ടും ഊഹിച്ചറിയാൻ പറ്റുകയില്ല. എന്തിനാ ഗുരു ഈ ശ്ലോകത്രയിലൂടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ? ആത്മാവ് അനുഭവിച്ചറിയേണ്ടതാണ്, ലക്ഷണം പറഞ്ഞു പഠിക്കേണ്ടതല്ല.
ആ അനുഭവിച്ചറിയേണ്ട ആത്മാവിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് അക്കാഡമിക് ലെവലിൽ പഠിക്കുന്നതിനപ്പുറം നമ്മൾ സ്വാനുഭൂതിയിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ അറിയേണ്ടത്. അതുപോലെ തന്നെ അത് ശ്ലോകത്രയും 1 എന്ന് എഴുതിയിടുക. ഇതൊക്കെ പഠിച്ചു പോകണം ഇതിന്റെ ഒപ്പം. അടുത്തത് ആത്മോപദേശ ശതകം 31, 32 ശ്ലോകം. അതെ, 31ാമത്തെ ശ്ലോകം അനുഭവമാദിയിൽ. ഇതെല്ലാം ഇതിനോട് ചേർത്ത് വെച്ച് നമുക്ക് പഠിക്കേണ്ടതാ. അനുഭവമാദിയിലൊന്നിരിക്കിലല്ലാതെ അനുമതിയിൽ ഇതു മുന്നമക്ഷിയാലേ അനുഭവിയായതുകൊണ്ടു ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവിയിലറിഞ്ഞിടേണം. എത്ര പ്രാവശ്യം ഗുരു ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നേക്കണം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അനുഭവം ആദിയിൽ ഒന്നിരിക്കിലല്ലാതെ, ഒരു വസ്തു ആദ്യം പ്രത്യക്ഷത്തിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, അതല്ലാതെ കാണാതെ, പ്രത്യക്ഷത്തിൽ കാണാതെ, മുന്നം അക്ഷിയാലെ, മുന്നം നേരത്തെ, അക്ഷിയാലെ കണ്ണുകൊണ്ട് അനുഭവം ആദിയിൽ ഒന്നിരിക്കലല്ലാതെ, നേരിട്ട് കണ്ടെങ്കിലല്ലാതെ അനുമതിയില്ല. അനുമിച്ച് പറയാൻ പറ്റില്ല. എന്ത് എളുപ്പം മനസ്സിലാകും നമുക്കിത്. എന്തു ലളിതമായ ഭാഷയിലൂടെയാണ് ഗുരു വലിയൊരു ശാസ്ത്രത്തെ തന്നെ നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഞങ്ങളൊക്കെ 1 വർഷം പഠിച്ചതാണ് പ്രത്യക്ഷം, അനുമാനം, ഉപമാനം ഒക്കെ ന്യായശാസ്ത്രത്തിലൊക്കെ എത്രയോ വാക്കുകളിലൂടെ കടന്നു. ഗുരു അത് എത്രയോ ലെസണിലൂടെ കടന്നുപോയി. ഗുരു അതൊരു 4 വരിയിലൂടെ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നേക്കുക. അപ്പോൾ പറയാണ്, മുൻപ് അക്ഷിയാലെ കണ്ണുകൊണ്ട് അനുഭവം ആദിയിലൊന്നിരിക്കലല്ലാതെ, ആദിയിൽ കണ്ടെങ്കിലല്ലാതെ അനുമതിയില്ല, അനുമിച്ച് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ സുന്ദരേശൻ സാറിനെ കണ്ടെങ്കിൽ, ആദ്യം എൻ്റെ കണ്ണുകൊണ്ടെങ്കിലും ഒന്ന് കണ്ട്, അല്ലെങ്കിൽ ചെവി കൊണ്ടെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നേരിട്ട് കാണുമ്പോൾ ഇത് ഇന്ന ആളാന്ന് പറയാൻ പറ്റുള്ളൂ. ആത്മാവിനെ അങ്ങനെ മുന്നം അക്ഷിയാലെ ഒരുത്തനും കണ്ടിട്ടില്ല. അവിടെ ഗുരു പറയാ, അനുഭവിയായതുകൊണ്ട് ധർമ്മിയുണ്ടെന്ന്. അനുഭവിയായതുകൊണ്ട് ധർമ്മിയുണ്ടെന്ന്. ധർമ്മത്തിനും ധർമ്മിക്കും തമ്മിലുള്ള പരസ്പര ബന്ധം പ്രത്യക്ഷത്തിൽ അറിയാത്തത് കൊണ്ട്, പ്രത്യക്ഷത്തിൽ മുൻപ് അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട്, ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനും ധർമ്മി എന്ന് പറഞ്ഞാൽ അതിന് ആധാരമായ ആത്മചൈതന്യത്തിനും തമ്മിലുള്ള ബന്ധം മുൻപിൽ അറിയാത്തത് കൊണ്ട്, മുൻപ് നമ്മൾ നേരിട്ട് അറിയാത്തത് കൊണ്ട് അനുമതിയാൽ അറിവിയില്ല, അനുമതി പ്രമാണം കൊണ്ട് അറിയാൻ സാധ്യമല്ല, ഊഹിച്ചു പറയാനൊന്നും പറ്റില്ല എന്നറിയണം. സാക്ഷാത്കരിക്കണം എന്ന് തന്നെ അർത്ഥം. പ്രമാണം കൊണ്ട് പഠിച്ചിട്ട് ജന്മം കടന്നു പോകാമെന്നൊന്നും കരുതണ്ട. അങ്ങനെയൊന്നും അല്ല ഗുരു നമുക്ക് പറഞ്ഞു തന്നത്. അനുഭവിക്കാത്തത് കൊണ്ട് ഇത് ഉണ്ടിട്ടാ, ഞാനിത് അറിഞ്ഞിട്ടോ എന്നൊന്നും പറഞ്ഞ് പോകാൻ പറ്റില്ല. ഈ പ്രപഞ്ചത്തിനും ആത്മാവിനും തമ്മിലുള്ള ബന്ധം നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. അനുഭവിയായതുകൊണ്ട് നമുക്ക് അനുഭവിക്കാതെ ഇത് അറിയാൻ സാധിക്കുന്നില്ല എന്നാണ് ഗുരു പറയുന്നത്. അനുഭവമാദിയിൽ ഒന്നിരിക്കിലല്ലാതെ അനുമതി ഇല്ലിതു മുന്നമക്ഷിയാലേ, അനുഭവിയായതുകൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവിയിലറിഞ്ഞിടേണം എന്ന് ഗുരു പറയുന്നു. അപ്പം എന്തായാലും കുറച്ച് ഭാഗം കൂടി ഉണ്ട് തീർക്കാൻ. നമ്മളിനി പ്രപഞ്ചത്തിന്റെ ഭാഗം കൂടി ഒന്ന് പറയാനുണ്ട്. ലക്ഷണം ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ കുറച്ച് ഹോംവർക്ക് തന്നിട്ടുണ്ട്. ബ്രഹ്മത്തിന്റെ ലക്ഷണം പഠിക്കുമ്പോൾ ആ ഹോംവർക്ക് തന്നെ തീർത്ത് വരണം. ആത്മോപദേശ ശതകം, ദർശനമാല, ശ്ലോകത്രയി, ഇതൊക്കെ പഠിച്ചുകൊണ്ട് വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ദൈവദശകത്തിന്റെ ഭാഗങ്ങൾ ഇതിനോടനുബന്ധിച്ച് കണക്ട് ചെയ്ത് പഠിക്കാനുണ്ട്. ദൈവദശകത്തിന്റെ ശ്ലോകങ്ങളും ഒന്ന് കയ്യിൽ കരുതണം അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സമാപിക്കാം. പൂർണ്ണമദ പൂർണ്ണമിദം